അങ്ങനെ പതിയെ പതിയെ ശരിയാകുമ്പോൾ ആ കുട്ടിയുടെ ഓരോ ദിവസമാണ് നഷ്ടപ്പെടുന്നത്. 4 വയസ്സാകുമ്പോഴായിരിക്കും നമ്മുടെ അടുത്ത് പേരന്റ് വരിക, എനിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, ഡോക്ടറെ കുട്ടി സംസാരിക്കുന്നില്ല, എങ്ങനെയെങ്കിലും റെഡിയാക്കി തരണം. എൻ്റെ അടുത്ത് ഫാദർ പറഞ്ഞ ഒരു കാര്യമാണ്, യു ഹാവ് ടു ലവ് ദ പ്രോസസ് വാട്ട് യു ആർ ഡൂയിങ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു വിൽ ബിക്കം എ ബിഗ് ഡോക്ടർ. ബി പാഷനേറ്റ്, ബി ഡെഡിക്കേറ്റഡ്, ബി സിൻസിയർ, സോ എവറിത്തിങ് വിൽ കം ഓൺ ദ പ്ലേസ്. അപ്പം നമ്മൾ മക്കളെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. നമുക്കും കുറേ നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത വശങ്ങളുണ്ട്, അതുപോലെ അവർക്കും നല്ല കാര്യങ്ങളുണ്ട്, ഡെഫിസിറ്റ്സ് ഉണ്ടാവും. അത് നമ്മൾ എംബ്രേസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുക. സോ അപ്പം നമ്മളും അത്ര ഒരു ഹാപ്പി ആയിരിക്കും. ഡോക്ടർ ഭീമ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടറെ സ്വാഗതം ചെയ്യാൻ. അതിന് കാരണം ബേസിക്കലി ഡോക്ടർ ഒരു ആയുർവേദ ഡോക്ടറാണ്. പക്ഷേ അതിലുപരി എൻ്റെ സന്തോഷം ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ബിഹേവിയർ അനാലിസിസ്, ഈ മേഖലയിൽ വളരെ സ്ട്രോങ് ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അതിലും വലിയ സന്തോഷം ഇൻ്റർനാഷണൽ ബിഹേവിയർ അനാലിസിസ് ഓർഗനൈസേഷൻ്റെ അക്രഡിറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ് പ്രൊവൈഡറാണ്. അപ്പോൾ അറിവുള്ള, പേഴ്സണലി എനിക്കറിയാം, ഒരുപാട് കുട്ടികളെ അവരുടെ ഒരു ശരിയായ ദിശയിലേക്ക് കുറേ പാരൻസിൻ്റെ സ്ട്രെസ് റിലീഫൊക്കെ കണ്ടിട്ടുള്ള, വഴി നടത്തിയിട്ടുള്ള ഡോക്ടറാണ്. അപ്പോൾ ഏറെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. താങ്ക് യു സോ മച്ച് വിദ്യ, ആൻഡ് ഇറ്റ്സ് നൈസ് മീറ്റിംഗ് യു ഓൾസോ. താങ്ക് യു ഡോക്ടർ. നമുക്ക് സംസാരിച്ച് തുടങ്ങാം. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഞാനൊരു അനുഭവം പറയാം. എൻ്റെ ഒരു കസിനാണ്, ശരിക്കും മാരേജ് കഴിഞ്ഞിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെയാണ് ജീവിതത്തിൽ കടന്നുപോയത്. ഹസ്ബൻഡിൻ്റെ മദ്യപാനം അങ്ങനെയൊക്കെ. ആ സാഹചര്യത്തിലാണ് അവർക്ക് കുഞ്ഞു പിറക്കുന്നത്. അപ്പോൾ മോള് നിർഭാഗ്യവശാൽ കുറച്ച് ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടായിരുന്നു. അതിനുശേഷം പഠിക്കാൻ കുഞ്ഞിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദെൻ ആ സ്റ്റേജ് കഴിഞ്ഞു. അവരുടെ ഒരു സെക്കൻഡ് ബേബി വന്നു. നന്നായി പഠിക്കും, 10+ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ രണ്ടുപേരും എൻ്റെ കുഞ്ഞുങ്ങളാണ്. മോളുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട്, പെൺകുട്ടിയാണ്. പക്ഷെ ഞാനിങ്ങനെ ഓർക്കുന്നു വിദ്യ, അന്നത്തെ എൻ്റെ സാഹചര്യം വളരെ മോശമായിരുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അതായിരിക്കുമോ എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ വരാനുള്ളൊരു ഡെവലപ്മെൻറ്റൽ ഡിലേ ഒക്കെ വരാനുള്ളൊരു കാര്യം? അതെൻ്റെ തെറ്റായിരിക്കുമോ എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് കിട്ടുമ്പോൾ ആദ്യം ക്ലാരിറ്റി വരുത്താൻ ഉദ്ദേശിക്കുന്നതും അതാണ്. അമ്മയുടെ മെൻ്റൽ ഹെൽത്ത്, വെൽബീയിങ്, ഇതൊക്കെ വയറ്റിലെ കുഞ്ഞിനെ സ്വാധീനിക്കുമോ? അതെങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? 100% സ്വാധീനിക്കും. എൻ്റെ ഒപ്പിയിൽ ഇപ്പോൾ ഒരു 50 കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 40 കേസിൽ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ അമ്മയുടെ മെറ്റേണൽ ഹെൽത്ത് മോശമായതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഓരോ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സും അതുപോലെ ബിഹേവിയറൽ കൺസേൺസും വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പേരൻസ്, അതായത് എസ്പെഷ്യലി അമ്മയുടെ മെറ്റേണൽ മെൻ്റൽ വെൽബീയിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു ടൈമിൽ കൊടുക്കാൻ പറ്റുന്നത് ഹാപ്പിനെസ്സാണ്. ഈ ഒരു പേരൻ്റൽ സ്ട്രെസ്സ് കാരണം, അല്ലെങ്കിൽ അവരുടെ ആൻസൈറ്റി കാരണം, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, മാനസിക ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം, അല്ലെങ്കിൽ വീട്ടിലെ സ്ട്രെസ്സ് കാരണം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പ്രഷർ, അല്ലെങ്കിൽ ജോലി പ്രഷർ, അല്ലെങ്കിൽ അവരുടെ എൻവയൺമെൻറ്റിൽ വേറെ ഫാക്ടേഴ്സ് കാരണം കുറേ അമ്മമാർ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു അവയർനെസ്സും കിട്ടുന്നില്ല. ഈവൻ ആ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് ആണെങ്കിലും അത്രയും ഒരു കൺസേൺ ആയിട്ട് അത് ശ്രദ്ധിക്കുന്നുമില്ല എന്നുള്ളതാണ്. എല്ലാവരും, ഞാനിവിടെ ഇന്ത്യയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്, നമ്മുടെ ഒരു എബ്രോഡിനേക്കാളും ഇവിടെ കൂടുതലും ന്യൂട്രീഷണൽ ഹെൽത്ത്. അതാ ഞാൻ പറയുന്നത്, 2 പേർക്കുള്ളത് കഴിക്കണം, നന്നായി ഫുഡ് കഴിക്കണം, നന്നായി ഫുഡ് കഴിക്കണം, 2 പേർക്ക് കഴിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കുട്ടി അമ്മ കഴിച്ചാലേ കിട്ടുള്ളൂ. ശരിയാണ്, അമ്മ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, സീസണൽ ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കണം. പക്ഷേ എന്നിരുന്നാലും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കുട്ടിയുടെ അമ്മയുടെ മെൻ്റൽ വെൽബീയിങ്. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും നമുക്കിപ്പോൾ ഒരു OP-യിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 10-20 കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 15 കേസിലും മറ്റേണൽ. അപ്പോൾ തന്നെ അവർ പറയും, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. ഒന്നെങ്കിൽ ഇപ്പം വിദ്യ പറഞ്ഞതുപോലെ മദ്യപാനം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യം, ഹസ്ബൻഡിൻ്റെ ദേഷ്യം, ഫിസിക്കൽ അബ്യൂസ്, അതെല്ലാം വരുമ്പോൾ ഈ മദറിനുണ്ടാകുന്ന സ്ട്രെസ്സ് ഒബ്വിയസ്ലി ഇതെല്ലാം ലിങ്ക്ഡ് ആയിട്ടുള്ളത് കുട്ടിയിലേക്കല്ലേ. ഈ കുട്ടിയുടെ ബ്രെയിനിൻ്റെ വളർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂറോണൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മദർ ഇത്രയും മെൻ്റൽ സ്ട്രെസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് എല്ലാം ഈ കുട്ടിയിൽ അഫക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക്
ഒരു 80% അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. മറ്റേണൽ മെൻ്റൽ വെൽബീങ് ഈസ് ലിങ്ക്ഡ് ടു ദ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. സോ എന്താണെങ്കിലും ഇങ്ങനെ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഒരു ഗർഭാവസ്ഥയിലിരിക്കുന്ന അമ്മേനെ ന്യൂട്രീഷണലി കെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ മെൻ്റൽ വെൽബീങ്ങിനും കെയർ കൊടുക്കണം. ഹാപ്പി ആയിട്ട് വെക്കണം, കംഫർട്ടായിട്ട് വെക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്ക് ഡോക്ടറോട് ചോദിക്കാൻ തോന്നുന്നത്, ആസ് എ ഡോക്ടർ, ആസ് എ വിമൺ ഞാൻ ചോദിക്കുകയാണ്, ഡോക്ടർ ചെറിയ വേദനകളൊക്കെ എല്ലാ മനുഷ്യരും കടന്നു പോകും. ഏത് സാഹചര്യം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതൊരു എൻ്റെ കുഞ്ഞിനെ ഇത് ബാധിക്കുമോ എന്നൊരു പ്രഗ്നൻ്റ് ലേഡി തിരിച്ചറിയേണ്ടത്? ഹെൽപ്പ് സീക്ക് ചെയ്യാൻ മടിക്കരുത് എന്ന് തന്നെയാണോ ഡോക്ടർക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്? ഉറപ്പായിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാമല്ലോ. ഓക്കെ, ഒരു ഇത്ര ചെറിയ ചെറിയ സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാത്ത ഒരു ജീവിതവും ഇല്ല, എല്ലാ ദിവസവും അതുണ്ടാവും. പക്ഷേ അത് റിപ്പീറ്റഡ് ആവുമ്പോഴും അത് നമ്മളെ വല്ലാതെ ബാധിക്കുമ്പോഴും, നമ്മുടെ മെൻ്റൽ വെൽബീങ്ങിനെയും നമ്മുടെ മെൻ്റൽ പീസിനെയും വല്ലാതെ ബാധിക്കും. ഒബ്വിയസ്ലി ഒന്നെങ്കിൽ അത് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഷെയർ ചെയ്യണം. എന്നിട്ടും നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല, ഞാൻ പിന്നെയും വിഷമിച്ച് പോവുകയാണ്, എൻ്റെ ഈ ഒരു അവസ്ഥേനെ എംബ്രേസ് ചെയ്ത് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടിലൂടെയാണോ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിംറ്റംസ് ഈ ഒരു സിറ്റുവേഷനിൽ ആൾ കടന്നു പോകുമ്പോൾ മസ്റ്റായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന നല്ലൊരു ലിസണറിനെയാണ് നമുക്ക് കിട്ടുന്നത്. അതൊരു തെറാപ്പി അല്ല. എല്ലാവർക്കും അതൊരു സ്റ്റിഗ്മറ്റൈസ് ചെയ്താണ് നമ്മുടെ സൊസൈറ്റി കാണുന്നത്, തെറാപ്പി, സൈക്കാട്രി എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഇത് വളരെ നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു ആക്റ്റീവ് ലിസണറിനെ കിട്ടുന്നു, അവർ കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നു, അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരുന്നു, നമ്മളൊന്ന് റിലീവ് ആവുന്നു, നമ്മളൊന്ന് ഹീലാവുകയാണ്. സോ ദാറ്റ് ആ ഒരു ഹീലാവുന്ന ഒരു അമ്മയ്ക്ക് മാത്രമല്ലേ നല്ലൊരു നർച്ചറിങ് ബേബീനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഡോക്ടർ, ഇനി നമ്മളൊരു ചെറിയ കുഞ്ഞിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, പ്രസവം കഴിഞ്ഞ് ഒരു 6 monthsനൊക്കെ ഇടയിൽ പലപ്പോഴും നമ്മൾ പല ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോണും അവിടെ വിട്ടുപോയിട്ട് പിന്നീട് ഒരു സമയത്താണ് അയ്യോ കുഞ്ഞിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുഞ്ഞുവാവകളെ കൺസിഡർ ചെയ്യുമ്പോൾ അവരുമായിട്ടുള്ളൊരു എന്തായാലും പാല് കൊടുക്കുന്നുണ്ട്, അമ്മയുമായിട്ടൊരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടാവും. അതിലുപരിയായിട്ട് ഒരമ്മ അല്ലെങ്കിൽ ഒരു പാരൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉറപ്പായിട്ടും ഒരു പാരൻ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു 9 മാസമായിട്ട് കുട്ടി വിളിച്ചാൽ വിളി കേൾക്കുന്നുണ്ടോ, ഒരു 1.5 വയസ്സായിട്ട് കുട്ടി പോയിൻ്റ് ചെയ്തോ അല്ലെങ്കിൽ ജസ്റ്റേഴ്സിലൂടെ കുട്ടി സിഗ്നൽ ചെയ്യുന്നുണ്ടോ, കുട്ടി നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടോ, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോയ്സ് വെച്ചൊക്കെ കളിക്കുന്നുണ്ടോ. ഇപ്പം വേറെ കുഞ്ഞു മക്കൾ ഇപ്പോൾ 2 വയസ്സൊക്കെ ആയാലും 2.5 വയസ്സൊക്കെ ആകുമ്പോൾ വേറെ കുഞ്ഞു മക്കളുടെ കൂടെയൊക്കെ ഒരു സോഷ്യലായിട്ട് കളിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ. അതോടൊപ്പം തന്നെ ഒരു ഇത് പറയുന്നത് പോലെ തന്നെയാണ് കുട്ടിയുടെ മസിൽസിൻ്റെ ടോണ്, അതായത് കുട്ടി ഒരു 1.5 വയസ്സായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ, 2 വയസ്സായിട്ടെങ്കിലും നടക്കുന്നുണ്ടോ, പിന്നെ ഒരു 2.5 വയസ്സായിട്ടും കുട്ടി 2 to 3 വേർഡ് സെൻറ്റൻസ് സംസാരിക്കുന്നുണ്ടോ. ഇതെല്ലാം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, ഇത് പറയുമ്പോൾ പലരും ഇതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും, എങ്കിലും നമുക്ക് ഈ മുതിർന്നവരും ഒക്കെ അയൽ വീട്ടിലും ഒക്കെ നമുക്ക് ഉപദേശം തരും, അത് അപ്പുറത്തെ വീട്ടിലെ കുട്ടി 3 വയസ്സിലല്ലേ സംസാരിച്ചു തുടങ്ങിയത്, അത് നിന്നോട്ടെ, അതൊക്കെ റെഡി ആയിക്കോളും, ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം. കാത്തിരുന്ന് ചിലപ്പോൾ ഒരു സമയം കഴിയുമ്പോഴായിരിക്കും നമ്മൾ പാനിക്കാവുന്നത്. എത്രത്തോളം ആശാസ്യമാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം, നോക്കാം എന്ന് വിചാരിക്കുന്നതും ഒരു ഏർലി ഇൻ്റർവെൻഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ഓക്കെ, ഒബ്വിയസ്ലി അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു 1.5 വയസ്സ് 2 വയസ്സായിട്ടും ആ കുട്ടി ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല, ആ കുട്ടി മുഖത്ത് നോക്കുന്നില്ല, വിളിച്ചാൽ വിളി കേൾക്കുന്നില്ല, അതുപോലെ മറ്റു കുട്ടികളുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ അതൊരു റെഡ് ഫ്ലാഗായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ റെഡ് ഫ്ലാഗായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ അത് കറക്റ്റായിട്ടുള്ള പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇങ്ങനെ ഇപ്പോൾ നാട്ടിൻപുറത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലിവിങ്ങിൽ ഔട്ട്സൈഡ് ആളുകൾ പറയും, സജഷൻ കൊടുക്കും, ഓക്കെ അത് പതിയെ പതിയെ ശരിയായിക്കോളുമെന്ന്. പക്ഷേ അങ്ങനെ പതിയെ ശരിയാകുമ്പോൾ ആ കുട്ടിയുടെ ഓരോ ദിവസമാണ് നഷ്ടപ്പെടുന്നത്. ഓരോ ഡേയും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ, ഇപ്പോൾ 2 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നില്ല, ഒരു വാക്ക് പോലും പറയുന്നില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു ഡോക്ടറിനെ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതും 4 വയസ്സായിട്ടും ആ കുട്ടി സെയിം സംസാരിക്കാതിരിക്കുന്നതും ആ 2 വർഷത്തെ ഗ്യാപ്പും കൂടെ ബ്രിഡ്ജ് ചെയ്യേണ്ടി വരികയാണ് തെറാപ്പിക്ക്.
അല്ലെങ്കിൽ ആ സ്റ്റിമുലേഷന്. അപ്പോൾ എന്താണ് ഈ തെറാപ്പിയുടെ ഇൻറ്റൻസീവ് തെറാപ്പി എടുക്കേണ്ട ദിവസങ്ങൾ കൂടും. അതുപോലെ ഈ ഒരു 2 വർഷം കുട്ടിയുടെ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ ഈ 4 വയസ്സാവുന്ന കുട്ടി ആക്ച്വലി ഒരു സ്കൂളിൽ പോകേണ്ട കുട്ടിയാണ്. അതെ അല്ലേ? അപ്പോൾ അവരായിരിക്കും ഇവർ 4 വയസ്സായിട്ട് സംസാരിക്കുന്നില്ല, സ്കൂളിൽ എങ്ങനെ വിടും? അപ്പോൾ പിന്നെ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ ആ ഒരു 2 വയസ്സിൽ ആ കുട്ടീനെ വന്നിരുന്നെങ്കിലോ നമുക്ക് ആ ഒരു 2 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 2 വർഷമൊന്നും വേണ്ടി വരില്ല, മേ ബി ഒരു 6 months അല്ലെങ്കിൽ 7 months കൊണ്ട് ആ കുട്ടീനെ നോർമലൈസ് ചെയ്ത് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് റെഡിയാക്കി നമുക്ക് ഒരു ഏർലി ഇൻ്റർവെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാജിക്കൽ റിസൾട്ട്സ് കിട്ടി 4 വയസ്സാകുമ്പോൾ ആ കുട്ടിക്ക് നോർമൽ ഒരു സ്കൂളിലേക്ക് പോകാം. പക്ഷേ ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് എന്താ, 4 വയസ്സാകുമ്പോഴായിരിക്കും നമ്മുടെ അടുത്ത് പേരൻറ്റ് വരിക, എനിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, ഡോക്ടറെ കുട്ടി സംസാരിക്കുന്നില്ല, എങ്ങനെയെങ്കിലും റെഡിയാക്കി തരണം. അപ്പോൾ ആ കുട്ടിയുടെ 2 വർഷം മിസ്സായി, അതുപോലെ തന്നെ ഇനിയുള്ളൊരു വർഷം മിസ്സാവും, ബിക്കോസ് സംസാരിക്കാത്ത കുട്ടീനെ സ്കൂളിൽ എടുക്കത്തില്ല. അത് മിസ്സാവും. പിന്നെ നമുക്ക് കൊടുക്കേണ്ട തെറാപ്പിയുടെ എണ്ണവും കൂടും, ദൈർഘ്യവും വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യിക്കേണ്ടി വരും. അതെ, വല്ലാതെ അവിടെ കഷ്ടപ്പാട് വരികയാണ്. അതിന് മുമ്പ് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഡെവലപ്മെൻ്റൽ പീഡിയാട്രീഷ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിഹേവിയർ അനലിസ്റ്റ് ഡോക്ടേഴ്സ്, അവരുടെ അടുത്തൊക്കെ പ്രൊഫഷണൽ തെറാപ്പിസ്റ്റ്, അവരുടെയൊക്കെ ഹെൽപ്പ് സീക്ക് ചെയ്ത് നമുക്ക് ഉറപ്പ് വരുത്താമല്ലോ നമ്മുടെ മക്കൾ ഇൻടാക്റ്റ് ആണ്, പ്രശ്നമില്ല എന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ടൈമാണ് അവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ഡോക്ടർ, അതുപോലെയാണ് ഈ ഏജ് ഗ്രൂപ്പിൽ മറ്റൊരു കാര്യം കണ്ടിരിക്കുന്നത് വല്ലാത്ത വാശി എന്നല്ല, അതിനൊരു ടാൻഡ്രംസ് പലതരത്തിൽ കാണിക്കും. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാശിയാവാം, ചില നിർബന്ധ ബുദ്ധിയാവാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ 90s കിഡ്സിനെ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊക്കെ ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ക്ഷമയോടുകൂടി പരിചരിക്കും, കുറച്ചുമ്പോൾ നമ്മുടെ കൺട്രോൾ പോയിട്ട് ശരിയാക്കി ഞാനെന്ന് പറയേണ്ട ഒരു സ്ഥിതി. എങ്ങനെയാണ് ഈ കുട്ടികളിലെ വാശി ആയിക്കോട്ടെ, ടാൻഡ്രംസ് ആയിക്കോട്ടെ, ഇതിനെയൊക്കെ നമുക്ക് ശാസ്ത്രീയമായി എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത്? ആക്ച്വലി ഒരു 1.5 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെ എല്ലാ മക്കൾക്കും ടാൻഡ്രംസ് വളരെ നോർമലാണ്. ചില 1.5 വയസ്സാകുമ്പോഴത്തേക്കും പതിയെ എഴുന്നേറ്റ് സ്റ്റെപ്പൊക്കെ വെക്കാനൊക്കെ തുടങ്ങും കുട്ടികൾ. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഓടി നടക്കും, അവരുടെ എനർജി ഡ്രെയിൻ ചെയ്യാൻ. അതുപോലെ അവർ ഓരോ ഡെവലപ്മെൻറ്റാണ് വെച്ചാൽ ആദ്യത്തെ 5 വർഷമാണ് ഒരു കുട്ടിയുടെ 90% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ആ ഒരു 90% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുമ്പം മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, കൊഗ്നേറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ കുട്ടിക്ക് നമ്മുടെ അത്ര മെച്യൂരിറ്റി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അതെ, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് അംഗീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന എല്ലാം കുട്ടി ലിസൺ ചെയ്യണം എന്നുള്ളൊരു വാശി നമ്മൾ ആദ്യം കളയുക. യെസ്, ആദ്യം തന്നെ നമ്മുടെ വാശിയാണ് കളയേണ്ടത്. നമ്മൾ കാമായിട്ട് കുട്ടിയുടെ അടുത്ത് നീൽ ഡൗൺ ചെയ്യുക, കണക്ട് ചെയ്യുക കുട്ടിയായിട്ട്, ഒരു വളരെ ഒരു പ്ലേഫുള്ളായിട്ട്, അതായത് കുട്ടിയായിട്ട് ഇരുന്ന് കളിക്കുക. ആക്ച്വലി ദർ ഇസ് എ റൂൾ, 7-7-7 റൂൾ ഉണ്ട്. ഈ 7-7-7 റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു 7 മിനിറ്റ് കുട്ടിയായിട്ട് സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ കുട്ടി സ്കൂളിൽ നിന്ന് വിട്ട് അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് വിട്ട് വന്നിട്ടുള്ള ശേഷത്തിൽ ഒരു 7 മിനിറ്റ് കുട്ടിയായിട്ട് സ്പെൻഡ് ചെയ്യണം. അതുപോലെ രാത്രി നമ്മൾ കുട്ടിയെ ഉറങ്ങില്ലേ, ഉറങ്ങുന്നതിന് മുൻപ് ഒരു 7 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കണക്ഷൻ കുട്ടീനായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഞാനാണെങ്കിലും വർക്കിംഗ് വുമൺ ആണ്, എൻ്റെ ഹസ്ബൻഡ് വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ടൈം വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു 7-7-7 റൂൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നല്ല വ്യത്യാസം അവിടെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എന്താണ്, ആ ഒരു ക്വാളിറ്റി ടൈം നമുക്ക് കൊടുത്താൽ മതി. there is no need of a quantity time and it is not possible also. If I tell നിങ്ങൾ ജോലിക്കൊന്നും പോകാണ്ട് കുട്ടീനെ സ്റ്റിമുലേറ്റ് ചെയ്ത്, അതൊന്നും ഇപ്പോൾ പ്രാക്ടിക്കലേ അല്ല. നമുക്കങ്ങനെ പറയാനും പറ്റൂല, അല്ലേ? ഇപ്പം നമുക്ക് പറയാൻ പറ്റുമോ, ഓക്കെ നിങ്ങളുടെ കുട്ടിക്ക് സ്പീച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളിവിടെ ഇരിക്കണം, ഫുൾ ടൈം ഇരുന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. സോ നമുക്ക് പ്രസൻ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു റൂൾ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി ടൈമിനെ നമുക്കങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ആ കുട്ടീനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു റാപ്പോ കുട്ടിയായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ റാപ്പോ ആണ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം വിദ്യ ആണെങ്കിലും ഞാനായിട്ടൊരു റാപ്പോ ഉണ്ടെങ്കിലല്ലേ വിദ്യക്ക് ഞാൻ പറയുന്ന പെട്ടെന്ന് കൺവിൻസിങ് ആവുള്ളൂ, അല്ലേ? അതുപോലെ തന്നെയാണ് കുഞ്ഞുമക്കൾ. പിന്നെ പേരൻസ് ആദ്യം തന്നെ പേരൻസിൻ്റെ പിടിവാശി ഒഴിവാക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ മിക്ക പേരൻസും ഓക്കെ എൻ്റെ കുട്ടീനെ ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് വളർത്തും, വളരെ പങ്ക്ച്വലായിട്ട് വളർത്തും, വളരെ റൂൾ അതെല്ലാം വെച്ച് കർക്കശമായിട്ട് വളർത്തും എന്ന് പറയും. പക്ഷെ അങ്ങനെ വളർത്തുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നിരുന്നാലും
അത് ചെറിയൊരു കുട്ടിയാണ്. ആ കുട്ടീൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആ കുട്ടിക്ക് നമ്മളെപ്പോലെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു എമ്പതി, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കമ്പാഷൻ അത് പേരൻസിന് മസ്റ്റായിട്ടും വേണം. ഡോക്ടർ ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ടേക്ക് അവേ ഒരു മീനിങ് ഫുൾ കണക്ഷൻ കുഞ്ഞുമായി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ കാര്യം. അതെ. അപ്പോൾ അതിന് ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഡോക്ടർ പറഞ്ഞു. സമയം എങ്ങനെ നമുക്ക് ചിലവഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കുട്ടിക്ക് വേണ്ട സമയവും നമുക്ക് ഉള്ള സമയവും, നമ്മൾ ഫ്രീ ആവുന്ന സമയം, കുട്ടി നമ്മളെ നീഡ് ചെയ്യുന്ന ഒരു സമയം, ഇത് തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ചേർത്ത് പോകാൻ കഴിയുക? കുട്ടി നീഡ്ഫുൾ ആയിരിക്കുമ്പോഴാണോ നമ്മൾ ആ സമയം കൊടുക്കേണ്ടത്, അതോ നമ്മൾ ഫ്രീ ആവുമ്പോൾ? ഈ രണ്ട് കൺസെപ്റ്റ് തമ്മിൽ എങ്ങനെയാണ് ചേർത്ത് പോകാൻ പറ്റുക? എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ പേരൻറ്റ് പറഞ്ഞൊരു ഫ്രേസാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഇപ്പോൾ വിദ്യ ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മ പറയാം, ആ കുട്ടിയുടെ അമ്മയുടെ കുറേ മെൻ്റൽ പ്രോബ്ലംസ് കാരണം, അതായത് വീട്ടിലുള്ള സ്ട്രെസ്സ്, ഹസ്ബൻഡിൻ്റെ പ്രഷർ, കുറച്ച് ഫിസിക്കൽ അബ്യൂസ്, അതെല്ലാം കാരണം ആ കുട്ടിയുടെ അമ്മയ്ക്ക് ആ കുട്ടി 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ളപ്പോഴൊന്നും തീരെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, നോർമലായി. ഇപ്പം ആ കുട്ടിക്ക് ഒരു 7 വയസ്സുണ്ട്. ഇപ്പോൾ ആ കുട്ടീനെ ശ്രദ്ധിക്കുമ്പം തിരിച്ച് ആ കുട്ടി അമ്മേനെ ശ്രദ്ധിക്കുന്നില്ല. അതെ, ആ കണക്ഷൻ അവിടെ വന്നില്ല. എന്ന് വെച്ചാൽ അപ്പോൾ ആ കുട്ടീനെ അമ്മ എൻ്റെ അടുത്ത് പറയാണ്, നമുക്ക് വിശക്കുമ്പോഴല്ലേ ഡോക്ടറെ ഭക്ഷണം കൊടുക്കേണ്ടത്, വിശപ്പ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭക്ഷണം കൊണ്ട് വില എന്താന്ന്. കറക്റ്റാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട സമയത്താണ് നമ്മളത് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര സ്റ്റിമുലേറ്റ് ചെയ്ത് അവരുടെ പുറകെ നടന്നിട്ട് എന്താ കാര്യം? അപ്പോൾ നമുക്ക് കുട്ടിയായിട്ട് ശരിക്കും കൊടുക്കേണ്ട ഒരു സമയം എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 7 വയസ്സ് വരെ, ഫസ്റ്റ് 7 years ഓഫ് എ ചൈൽഡ്. അതായത് കുട്ടി നമ്മുടെ ഫീറ്റസ്, ഒരു ചെറിയ നമ്മുടെ പ്രഗ്നൻസി ഒരു വോംബിൽ വന്നപ്പോൾ യൂട്രസിൽ വന്ന ആ സമയം തൊട്ട് ഉള്ള 7 years വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആക്ച്വലി അതൊരു വണ്ടർ ഇയേഴ്സ് അല്ലെങ്കിൽ ഗോൾഡൻ അവേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയാം. ആ ഗോൾഡൻ അവേഴ്സ് എന്താ ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ആ സമയമാണ്. അതോടൊപ്പം തന്നെ ബ്രെയിനിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുള്ളൊരു ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നതും ആ സമയത്താണ്. ഈ ന്യൂറോ പ്ലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്ലേ ഒക്കെ കിട്ടത്തില്ലേ, ആ ക്ലേനെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്യാം, ഏത് സ്ട്രക്ചർ വേണമെങ്കിലും ആക്കാം. അങ്ങനെ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഫസ്റ്റ് 7 years. ആ ഒരു 7 yearsലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റിമുലേഷനും ഏറ്റവും കൂടുതൽ ടൈമും കുട്ടിക്ക് കൊടുക്കേണ്ടത്. ആ ഒരു സമയത്ത് നമ്മൾ കുട്ടീനെ സ്ട്രിക്റ്റായിട്ട് എടുക്കാനല്ല നോക്കേണ്ടത്, പക്ഷേ നമ്മളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുക, ഓരോ കാര്യങ്ങൾ പ്ലേയിലൂടെ കോറിലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക, കുട്ടീനെ ആയിട്ടിരുന്ന് വെറുതെ ഇരുന്ന് കളിക്കുക, അതെല്ലാം മതി. അതാണ് ആ കുട്ടി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത ഒരു കുട്ടീനെ ഒരു 10, 11 അല്ലെങ്കിൽ ഒരു 18 വയസ്സായാലും നമ്മുടെ അടുത്തുനിന്ന് പോകത്തില്ല. ഓക്കെ ഡോക്ടർ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ടിപ്സ് വേണം. ഒന്നാമത്തെ ടിപ്പ് വേണ്ടത്, ഞങ്ങളെ വീട്ടിലെ രാജാവ് ചിലപ്പോൾ ഞങ്ങളുടെ കുഞ്ഞായിരിക്കും, പക്ഷേ സ്കൂളിലേക്ക് അവൻ എത്തുമ്പോൾ അവൻ കൂട്ടത്തിൽ ഒരാളായി മാറാൻ കൂടി നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രീ സ്കൂൾ ഏജിൽ സമൂഹത്തിലേക്ക് നമ്മളിങ്ങനെ തുറന്നു വിടാൻ വേണ്ടിയിട്ടൊരു പ്രാക്ടീസ് അത് പാരൻസ് കൊടുക്കേണ്ടതുണ്ടോ? പ്രീ സ്കൂൾ ട്രെയിനിങ് നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഓക്കെ, ആക്ച്വലി ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഈ ഒരു പ്രീ സ്കൂൾ ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ്. വെച്ചാൽ ഇപ്പോൾ എല്ലാ വീട്ടിലും ന്യൂക്ലിയർ ഫാമിലിയാണ്, എല്ലാവരും കുട്ടികൾക്ക് വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് ആവശ്യത്തിൽ അധികം കൊടുക്കുന്ന പേരൻസ് ആണ്. കുഞ്ഞിന് ചുറ്റുമായിരിക്കും ആ വീട് കറങ്ങുന്ന. അതെ. ഇപ്പോൾ വിദ്യ പറഞ്ഞതുപോലെ കുഞ്ഞായിരിക്കും കിങ് ഓർ ക്യൂവിന്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പം പെട്ടെന്ന് എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ അവർ സ്കൂളിൽ പോകുമ്പം അതിൽ ഒരു 30 പീപ്പിളിൽ ഒരു 30 സ്റ്റുഡൻസിൽ ഒരാളാവാണ്. അപ്പോൾ അത്ര അറ്റൻഷൻ കുട്ടിക്ക് കിട്ടുന്നില്ല, അത്ര പാമ്പറിങ് കുട്ടിക്ക് കിട്ടുന്നില്ല, അത്ര ഒരു അക്സെപ്റ്റൻസ് കുട്ടിക്ക് കിട്ടുന്നില്ല. അതുപോലെ എല്ലാ കളികളിലും എല്ലാ എക്സാംസിനും കുട്ടിക്ക് ഫസ്റ്റ് ആവാൻ പറ്റില്ല. ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഫെയിലിയേഴ്സ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ കുട്ടികൾക്ക് സ്കൂൾ ഗോയിങ് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ പതിയെ ഗ്രാജ്വലി നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീ സ്കൂളിലൊക്കെ വിട്ട് പതിയെ ട്രെയിൻ ചെയ്ത് പിന്നെ സ്കൂളിലേക്കാണല്ലോ അയക്കുന്നത്. അപ്പോൾ ഈ പ്രീ സ്കൂളിൽ വിടുമ്പോഴാണെങ്കിലും ഗ്രാജ്വലി കുട്ടിക്ക് ട്രെയിൻ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ചെറിയ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഫസ്റ്റ് 7 years ആണ്. അപ്പോൾ ആ കുട്ടികൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. എന്നിരുന്നാലും പേരൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ജസ്റ്റ് ഒരു മോഡൽ ചെയ്ത് ഇങ്ങനെ പ്രീ സ്കൂളുണ്ട്, ഇപ്പോൾ ഏത് പ്രീ സ്കൂളിലാണ് ചേർക്കണമെങ്കിൽ അവിടുത്തെ ഒരു ഇപ്പോൾ വെബ്സൈറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് ഫോട്ടോസൊക്കെ അവൈലബിൾ ആണല്ലോ. അവിടുത്തെ റിസോർട്ട്സൊക്കെ എന്തൊക്കെയാണ്, അവിടുത്തെ
അവിടുത്തെ സെറ്റിംഗ് എങ്ങനെയാണ്, അവിടെ ടീച്ചേഴ്സ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കുട്ടിക്ക് ഒരു ബെഡ് ടൈം സ്റ്റോറിയൊക്കെ പോലെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ബെഡ് ടൈം സ്റ്റോറി എന്ന് പറഞ്ഞാൽ കുട്ടി പെട്ടെന്ന് റിലേറ്റ് ചെയ്യും. അതെ. അപ്പോൾ ജസ്റ്റ് പിക്ചോറൽ റെപ്രസെൻറ്റേഷനൊക്കെ പിക്ചേഴ്സൊക്കെ കാണിച്ചിട്ട് വിഷ്വലി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ അപ്പോൾ പറഞ്ഞു കൊടുക്കുക, നല്ല കൂട്ടുകെട്ട് നിനക്ക് കിട്ടും, കൂട്ടുകാരീനെ കിട്ടും, കൂട്ടുകാരനെ കിട്ടും, നന്നായിട്ട് പഠിക്കാൻ പറ്റും, ഒരു ലവിങ് ടീച്ചറിനെ കിട്ടും. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി അവിടെ ഇഷ്ടപ്പെടും, ആ ഒരു സോഷ്യൽ സെറ്റിങ്ങും ഇഷ്ടപ്പെടും. എന്നിട്ട് അതുപോലെ തന്നെ പേരൻസ് തിരിച്ചു വരുമ്പോഴാണെങ്കിലും വളരെ കൗതുകത്തോടുകൂടി ചോദിക്കുക, എന്താ നടന്ന അവിടെ, ഇന്ന് എന്താ പഠിപ്പിച്ചേ, എന്തൊക്കെയാണ് ടീച്ചേഴ്സ് പറഞ്ഞു തന്നത്, മോൾ എന്തൊക്കെയാണ് മോൻ അല്ലെങ്കിൽ മോൾ എന്തൊക്കെയാണ് നോക്കിയത്, എന്തൊക്കെ കളിപ്പിച്ചു അല്ലെങ്കിൽ കളറടിച്ചോ, അങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിയുടെ വൊക്കാബുലറിയും കൂടും, കമ്മ്യൂണിക്കേഷനും കൂടും, നമ്മുടെ കൂടെയായിട്ടുള്ള കണക്ഷനും കൂടും. അതോടൊപ്പം തന്നെ കുട്ടി ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ ഒരു സോഷ്യൽ വെൽ ഹ്യൂമൻ ബീങ് ആയിട്ട് മാറുകയാണ്. ഓക്കെ ഡോക്ടർ, ഇവിടെയുള്ളൊരു സംശയം ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ആദ്യമായിട്ട് സ്കൂളിൽ പോകുമായിരുന്നു എൻ്റെ ഒരു കസിൻ്റെ മോൻ. അപ്പോൾ തിരിച്ച് വന്നിട്ട് വളരെ വിഷമിച്ചിരിക്കുകയാണ്. അമ്മ എന്ത് ചോദിച്ചിട്ടും പറയുന്നില്ല, വിഷമിച്ചിങ്ങനെ കിടക്കുകയാണ്. ആകെ ഒരു മാറ്റം. അപ്പോൾ സ്കൂളിലൊരു ഫ്രണ്ട് യു ആർ നോട്ട് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണ് ചെറിയ റീസൺസ് ആണ്, പക്ഷെ അവനത് വലിയ കാര്യമാണ്. കൂട്ടിന് പോയൊരു കുഞ്ഞ് കൂടെ കൂട്ടിയില്ല, ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം ഡോക്ടർക്ക് പറയാനുണ്ടോ പാരൻസിനോട്? നിങ്ങളുടെ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ഇമോഷൻസ് നമ്മളോട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് അവരെ ഒന്ന് പാകപ്പെടുത്താൻ പറ്റുക? ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്ക് നമുക്ക് അവരെ എങ്ങനെയാണ് പാകപ്പെടുത്താൻ പറ്റുക? അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. കുഞ്ഞു മക്കൾ ഇത് നമ്മുടെ അടുത്ത് വന്ന് പറയും, അവൻ നമ്മുടെ കൂട്ടുകൂടിയില്ല അല്ലെങ്കിൽ അവൾ നമ്മുടെ കൂട്ടുകൂടിയില്ല, അവർ സ്നാക്സ് ഷെയർ ചെയ്തില്ല എൻ്റെ അടുത്ത്, ബാക്കി എല്ലായിടത്തും ഷെയർ ചെയ്തു, അല്ലെങ്കിൽ ഒരു പുതിയ പെൻസിൽ കാണിച്ചു കൊടുത്തില്ല, അങ്ങനെയൊക്കെ കുട്ടി കംപ്ലൈൻസ് ഒക്കെ കുഞ്ഞു മക്കൾ പറയും. അപ്പം നമ്മൾ ഗ്രാജുവലി മക്കളെ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഗ്രാജുവലി പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും കുഞ്ഞു മക്കളാണ്, മോളും അല്ലെങ്കിൽ മോനും ഒരു ഇതാണ്. അപ്പോൾ പതിയെ നമ്മൾ അവരും നിന്നെ ആക്സെപ്റ്റ് ചെയ്ത് വന്നോളും, നമുക്കും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് വരാം. അതോടൊപ്പം തന്നെ നമുക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കാം. എല്ലാവരും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുമില്ല. അത് പതിയെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് അക്സെപ്റ്റബിൾ ബൈ എവരി വൺ, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ്ഫുൾ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവും. നമ്മളെപ്പോഴും കുട്ടികളെ ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ എന്നാണ് പഠിപ്പിക്കേണ്ടത്. ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ ഓർ ഇറ്റ്സ് ഓക്കെ ടു ബി റിജക്റ്റഡ്. It's not always okay to be accepted. It's not always okay, I will win. You have to just love the process. സോ ഞാനും ഇവിടെ ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഇട്ടപ്പോൾ എൻ്റെ ഫാദർ എനിക്ക് തന്നൊരു അഡ്വൈസാണ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ആ സമയത്ത് എനിക്ക് ലൈക്ക് 28 years ഉണ്ട്, ബട്ട് സ്റ്റിൽ എൻ്റെ അടുത്ത് ഫാദർ പറഞ്ഞ ഒരു കാര്യമാണ്, യു ഹാവ് ടു ലവ് ദ പ്രോസസ് വാട്ട് യു ആർ ഡൂയിങ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു വിൽ ബിക്കം എ ബിഗ് ഡോക്ടർ ഓർ എ ലൈക്ക് ദാറ്റ്, നോ, or a clinician, but it's okay. You have to love the process what you're doing. Be passionate, be dedicated, be sincere. So everything will come on the place. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ മക്കളെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. നമുക്ക് എല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല, എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടില്ല. ഹൗ വെൽ വി ആർ, അല്ലെങ്കിൽ നമ്മൾ നല്ല ഇപ്പം എൻ്റെ മോനൊക്കെ വന്നിട്ട് പറയാറുണ്ട്, മമ്മി ഞാൻ അത് അവർക്ക് കൊടുത്തു, എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ്, അപ്പോൾ വരുമ്പോൾ കുറേ പെൻസിലൊക്കെ കൊണ്ടുവരും, അപ്പോൾ ഫുൾ ബോക്സ് എടുത്തിട്ട് ഇവൻ കൊണ്ടുപോകും എല്ലാ മക്കൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി. സോ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയും. എന്നാലും അവർ തിരിച്ച് തന്നില്ല. സോ ഐ സെഡ് യു കാൺട്ട് എക്സ്പെക്ട് എവരി വൺ ടു ബി ആസ് വി ആർ. നമുക്കും കുറേ നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത വശങ്ങളുണ്ട്, അതുപോലെ അവർക്കും നല്ല കാര്യങ്ങളുണ്ട്, ഡെഫിസിറ്റ്സ് ഉണ്ടാവും. അത് നമ്മൾ എംബ്രേസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുക. സോ അപ്പം നമ്മളും അത്ര ഒരു ഹാപ്പി ആയിരിക്കും. ഡോക്ടർ, നമ്മൾ ഇത്ര സമയം സംസാരിച്ചത് ഒരു സ്കൂൾ ഗോയിങ് ഏജ് വരെയുള്ള കുട്ടികളെ പാരൻസുമായിട്ട് എങ്ങനെ കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാം, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെ. ചില സമയങ്ങളിൽ പാരൻസിന് ഇത് ഡീൽ ചെയ്യാൻ പറ്റാതെ വരും ചില പ്രശ്നങ്ങൾ. അപ്പോഴാണ് ഡോക്ടറുടെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്, ഡോക്ടറൊക്കെ സഹായം സീക്ക് ചെയ്യുന്നത്. ഡോക്ടർ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ ഡോക്ടറോട് ചോദിക്കുകയാണ്, ഏത് തരം പ്രശ്നങ്ങൾ വരുമ്പോൾ, ഏത്
ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് ഞാൻ നോക്കിയാൽ പറ്റില്ല, ഞാനൊരു സഹായം സീക്കണമെന്നൊരു പാരൻറ്റ് തിരിച്ചറിയേണ്ടത് ഏത് തരം പ്രശ്നങ്ങൾ വരുമ്പോഴാണ്? അത് നമുക്ക് മെയിനായിട്ട് നമുക്ക് തരം തിരിച്ച് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്പീച്ചിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഒരു 2-2.5 വയസ്സായിട്ടും കുട്ടി ഒന്നും സംസാരിക്കുന്നില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒരു ഡോക്ടറിനെ കാണണം. ബിക്കോസ് സ്പീച്ച് ഡിലേ ആയിട്ട് വരുന്ന സിംറ്റംസിൽ ചിലപ്പം അതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ പോലെയുള്ള ഇതിലും മെയിനായിട്ട് നമ്മുടെ പുറമേ കാണിക്കുന്ന ഒരു സിംറ്റം സ്പീച്ച് ഡിലേ ആകാം. സോ അത് ചിലപ്പം നോർമൽ സ്പീച്ച് ഡിലേ ആകത്തില്ല. ഇപ്പോൾ വിദ്യ പറഞ്ഞതുപോലെ സ്പീച്ച് ഡിലേ മാത്രമാണെങ്കിൽ, അതായത് വേറെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഒന്നും ഇല്ലാത്ത സ്പീച്ച് ഡിലേ മാത്രമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ, ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ഒക്കെ അല്ലേ, ഇപ്പോൾ ഒരു സ്റ്റിമുലേഷൻ കുറവൊക്കെ കാരണമായിരിക്കണം ആ കുട്ടി അത്രയും സംസാരിക്കാതെ. ഇപ്പോൾ ഒരു പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷന് വേണ്ടി പ്രീ സ്കൂളിലൊക്കെ വിടുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. അതാണ് മിക്ക ഔട്ട്സൈഡേഴ്സും പറയുന്നത്, അങ്ങനെ സ്കൂളിൽ നഴ്സറിയിലൊക്കെ വിട്ടപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായി, ഇനിയിപ്പോൾ തെറാപ്പിയോ ഡോക്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അത് ജസ്റ്റ് ഒരു എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിലേ മാത്രമായിരിക്കാം. ബിക്കോസ് ലാക്ക് ഓഫ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് ആ കുട്ടി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെ ആ കുട്ടി അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പേരൻസിൻ്റെ ലാക്ക് ഓഫ് ടൈം സ്പെൻഡിങ് വിത്ത് ദ ചൈൽഡ്, അല്ലെങ്കിൽ ഇപ്പോൾ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, കൂടുതൽ സ്ക്രീൻ ടൈം, ഇതൊക്കെ സ്പീച്ച് ഡിലേ ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. ഇത് മാത്രം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷനോ കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടാനുള്ള കാര്യങ്ങളോ ഗ്രാൻഡ് പേരൻസ് വന്ന് നിന്ന് കുറേ സംസാരിപ്പിക്കുമ്പോഴോ ഒക്കെ കുട്ടി നോർമലായിട്ട് വരാം. പക്ഷേ ഈ ഒരു സ്പീച്ച് ഡിലേ ക്യാൻ ബി ഓൾസോ വൺ ഓഫ് ദ സിംറ്റംസ് ഓഫ് എ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ. അത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതാണ് 2.5 വയസ്സായിട്ടും സംസാരിച്ചില്ലെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അവർ റൂൾ ഔട്ട് ചെയ്യും. വേറെ കുറേ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പറയും ഓക്കെ നഴ്സറി തന്നെ വിട്ടോളൂ, ഒന്ന് 6 മന്ത്സ് നഴ്സറി കൊണ്ടുപോയി നോക്ക്, എന്നിട്ട് നമുക്ക് അവിടെ വ്യത്യാസം ഇല്ലെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് തന്നെയാണ് ഞാനും പറയാറ്. സോ ദാറ്റ് ഈസ് എ സ്പീച്ച് കൺസേൺ. ബിഹേവിയർ കൺസേൺ വന്നിട്ട് ഇപ്പോൾ ഒരു 4 വയസ്സായിട്ടും കുട്ടി ഹൈലി റെസ്റ്റ്ലെസ് ആണ്, ഒട്ടും ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റുന്നില്ല, കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അതുപോലെ കുട്ടിക്ക് ഒന്ന് അടങ്ങിയിരുന്ന് നമ്മുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, ഒരു പെൻസിൽ പിടിച്ചൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു പടം വരയ്ക്കാൻ പറ്റുന്നില്ല, കളർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിംറ്റം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാത്തിലും വലിഞ്ഞു കയറുന്നു, എന്ത് സാധനം കണ്ടാലും അത് നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത, ആരായിട്ട് ഒരു കോപ്പറേറ്റ് പ്ലേ ഇല്ല. ഒരു 4 വയസ്സായിട്ടും അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വാശി, ദേഷ്യം, ഇതെല്ലാം ഒരു 4 വയസ്സായിട്ടും കുട്ടി സെറ്റിൽ ആവുന്നില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, ഡോക്ടർ ഇത് പറയുമ്പോൾ ഡോക്ടർ ഒരു ബിഹേവിയർ അനലിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഡോക്ടർക്ക് കുറേ ടെക്നിക്സ് ഒക്കെ ഉണ്ടാവും ഈ കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യാൻ അല്ലേ? ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ABC അനാലിസിസ്, ഇതൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടറിൻ്റെ കുറച്ച് സീക്രട്ട് ടെക്നിക്സ് പറയാമോ? ഓക്കെ, ABC എന്ന് പറഞ്ഞാൽ ആൻറ്റിസിഡൻറ്റ് ബിഹേവിയർ കോൺസിക്വൻസ്, ഒരു ബിഹേവിയർ ട്രാക്കിംഗ് പാറ്റേൺ ആണ്. ഒരു കുട്ടി ഒരു ബിഹേവിയർ കാണിക്കുന്നത് 4 ഫങ്ഷൻസ്, അതായത് 4 റീസൺസ് കാരണമായിരിക്കും. ഈ ഒരു 4 റീസൺസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ABC ഡാറ്റ, ഇപ്പോൾ വിദ്യ പറഞ്ഞ പോലെ ABC ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് 4 കാരണങ്ങളാണുള്ളത്. ഒന്ന് സെൻസറി നീഡ്, ചിലപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ഇപ്പോൾ ഭയങ്കര ക്രൗഡായിട്ടുള്ള പ്ലേസിൽ പോയി നിൽക്കുമ്പം ഭയങ്കര സെൻസറി ഓവർലോഡ് എന്നൊക്കെ പറയും. അത് ഈ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറുള്ള സെൻസറി ഇൻ്റഗ്രേഷൻ പ്രോസസ്സിംഗ് ഡിസോർഡറുള്ള കുട്ടികളിലൊക്കെ കാണാറുണ്ട്. അതുപോലെ ചിലപ്പോൾ ഒരു അറ്റൻഷൻ കിട്ടാനായിരിക്കാം, എന്നുവെച്ചാൽ എല്ലാവരുടെയും ശ്രദ്ധ കിട്ടാൻ വേണ്ടി ക്ലാസ്സിലൊക്കെ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ പാമ്പറിങ് ചൈൽഡൊക്കെ ക്ലാസ്സിൽ പോയിട്ട് ഫുൾ ടൈം അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവും. അങ്ങനെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കുട്ടി ആ ഒരു ബിഹേവിയർ കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ചിലപ്പം എസ്കേപ്പ്, അതായത് ഇപ്പോൾ ഒരു ടീച്ചർ പറയാണ് ഇതൊന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സർക്കിൾ ടൈമിൽ ഇരിക്കാൻ പറഞ്ഞാൽ കുട്ടിക്ക് അത് ഇരിക്കാനോ അവിടെ കൊടുക്കുന്ന ടാസ്ക് ചെയ്യാനോ തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് എസ്കേപ്പിന് വേണ്ടിയിട്ടാവും. അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആക്സസ്, ഇപ്പോൾ ഒരു ടീച്ചർ ഇപ്പം പ്ലേ ടോയ്സ് കൊടുത്തു, ചിലപ്പം ആ കുട്ടിക്ക് വേണ്ട പ്ലേ ടോയ് ആയിരിക്കും ഫ്രണ്ടിൻ്റെ കയ്യിലുള്ളത്, അപ്പോൾ അതിന് വേണ്ടിയും കുട്ടി വാശി പിടിക്കാം. അങ്ങനെ 4 കാരണങ്ങളാണ് മെയിൻലി ഒരു ബിഹേവിയറിനുള്ളത്. അപ്പോൾ നമ്മൾ ABC ഡാറ്റ വെച്ചിട്ടാണ് അത് അനലൈസ് ചെയ്ത് എന്താണ് അതിൻ്റെ കാരണം എന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് നമ്മൾ അതനുസരിച്ചുള്ള ഇൻ്റർവെൻഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഡോക്ടർ ഇത് പറയുമ്പോൾ ഈ സാധാരണക്കാർ ഇത്തരം എന്ത് പ്രശ്നം വന്നാലും ആദ്യം പഠിക്കുന്നത് മൊബൈൽ കണ്ടിട്ടാണ്, സ്ക്രീൻ ടൈം കൂടിയിട്ടാണ് എന്നുള്ളത്. അതൊരു ഈസി വേ ഓഫ്
ഒരു പഴിചാരലാണോ അതോ ഈ ഗാഡ്ജറ്റ് അഡിക്ഷൻ കുട്ടികളിൽ ഗൗരവമായി തന്നെ കാണുന്നുണ്ടോ? അതെങ്ങനെയാണ് ഡോക്ടർ കണ്ടിരിക്കുന്നത്? ഉറപ്പായിട്ടും 90% സ്ക്രീൻ അഡിക്ഷനും കുട്ടികൾക്ക് ഗൗരവമായിട്ടുള്ള സിംറ്റംസും അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസും വരാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു 90% ഇപ്പോൾ ചെറിയ മക്കൾക്ക് 1.5 വയസ്സ്, ഇപ്പം വിദ്യ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ റെസ്ലെസ് ആവുന്ന സമയമാണ്. അപ്പോൾ കുട്ടികളെ ഒന്ന് സെറ്റിൽ ചെയ്തിരുത്താൻ വേണ്ടി ഈ ഒരു ഗാഡ്ജറ്റ്സ് ആയിരിക്കും ബേബി സിറ്റർ. അതെ. അപ്പോൾ ഈ ബേബി സിറ്റർ ഗാഡ്ജറ്റ് ആകുമ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾ അതിലേക്ക് ഓവർ ആയിട്ടും അഡിക്റ്റഡ് ആയിട്ട് പോകും. പിന്നെ മെയിൻലി കുട്ടികൾ കാണുന്നത് ഈ റീൽസൊക്കെ ആയിരിക്കും. ഈ റീൽസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മായാണ്. അപ്പോൾ അതൊരു ഓവർ സ്റ്റിമുലേഷൻ ബ്രെയിനിന് കൊടുക്കുകയും അതുപോലെ കുട്ടീൻ്റെ ശ്രദ്ധ കുറയ്ക്കുകയും ഹൈപ്പർ ആക്റ്റീവ് ആക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇതൊരു വൺ സൈഡ് കമ്മ്യൂണിക്കേഷനാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പീച്ച് ഡിലേ ഉണ്ടാവാനും കാരണമാണ്. ബിക്കോസ് സ്പീച്ചും കിട്ടില്ല. കൂടുതലും ഈ കുട്ടികൾ ഇതിലേക്ക് മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോണെന്ന് പറഞ്ഞാൽ ഹൈലി എൻ്റർടൈനിങ് ആണ് കമ്പയർ ടു അതർ തിങ്സ്. ഇപ്പോൾ ഒരു മനുഷ്യനായിക്കോട്ടെ അത്ര എൻ്റർടൈനിങ് അല്ല, ഒരു ഏത് ടോയ് ആണെങ്കിലും അത്ര എൻ്റർടൈനിങ് അല്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പല പല കാര്യങ്ങളാണ് ഫീഡ്സിലുമൊക്കെ വരുന്നത്. അപ്പോൾ കുട്ടിക്ക് അത് ഒരിക്കലും ഒരു ബോറടിക്കില്ല. അപ്പോൾ കുട്ടി കൂടുതലും ഇതിലേക്ക് തന്നെ ഇൻട്രസ്റ്റഡ് ആവും. അപ്പോൾ കുട്ടിക്ക് എന്താണ് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയൺമെൻറ്റിൻ്റെ ഒരു അവെയർനെസ്സോ ഓറിയൻറ്റേഷനോ സ്റ്റിമുലേഷനോ കിട്ടുന്നില്ല. അങ്ങനെ ഒരു കുട്ടി വരുമ്പം ആ കുട്ടിക്ക് ഒരു മൾട്ടി ഡിസിപ്ലിൻസറി ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടന്നിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ പല പല പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 5 വയസ്സിലെ കുട്ടിയുടെ പല സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു 360 ഡിഗ്രി ഡെവലപ്മെൻറ്റാണ് നടക്കുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കേണ്ടത് എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ. കുട്ടി കണ്ടുപഠിക്കണം, ഒരു ലീഫിൻ്റെ ടെക്സ്ചർ തൊട്ടറിയണം, അതിൻ്റെ കളർ കണ്ടുപിടിക്കണം, മഴ വരുമ്പോൾ മഴ അനുഭവിച്ചറിയണം, അതായത് ഇപ്പോൾ ബെയർ ഫൂട്ടിൽ നമ്മൾ നടത്തണം. അങ്ങനെ പല പല സ്റ്റിമുലേഷൻസ്, സെൻസറി സ്റ്റിമുലേഷൻസ് ഒക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് വരും. ഇത് ഫുൾ ടൈം സ്ക്രീൻ ടൈമിൽ വരുമ്പം പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു സെൻസറി വരുമ്പോൾ കുട്ടികൾക്ക് അവേർഷനാവും. ബിക്കോസ് ഇതിനകത്ത് അവർ യൂസ്ഡ് അല്ല. അതുപോലെ കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, മെയിനായിട്ട് സ്കൂളിലിരിക്കുമ്പം ആ കുട്ടികൾക്ക് ഒട്ടും തന്നെ ടീച്ചറിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ടീച്ചർ എന്ന് പറഞ്ഞാൽ അത്ര ഹൈലി എൻ്റർടൈനിങ് അല്ല. അപ്പോൾ കുട്ടിക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല. കുട്ടീൻ്റെ ബ്രെയിൻ അവിടെ ഫീഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇത്ര ടൈം ഓഫ് അറ്റൻഷൻ സ്പാനിലേക്കാണ്. അത് ഹൈലി സ്റ്റിമുലസും ഹൈലി കളർഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ മീഡിയയിലേക്കാണ് കുട്ടിയുടെ ബ്രെയിനിനെ ഫീഡ് ചെയ്തിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയൽ ടൈം നാച്ചുറൽ ഒരു ടീച്ചർ എത്രത്തോളം അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. ദർ ഇസ് എ ലിമിറ്റ്. സോ ഞാൻ എപ്പോഴും പേരൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, ശരിയാണ് ചില കുട്ടികൾ നന്നായിട്ട് സ്ക്രീനിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ബട്ട് ഏറ്റവും ബെറ്റർ നമ്മളിൽ നിന്ന് പഠിക്കുന്നതാണ്. ലെറ്റ് ദ ചൈൽഡ് സ്റ്റഡി ഫ്രം ദ റിയൽ ടൈം സെറ്റിംഗ്, റിയൽ തിങ്. ലെറ്റ് ദ ചൈൽഡ് സ്റ്റഡി ഫ്രം ദ നേച്ചർ. അങ്ങനത്തെ കുട്ടിക്ക് ഒരിക്കലും ഒരു സ്കൂളിൽ പോകുമ്പോൾ ഒരു ചലഞ്ചായിട്ട് വരത്തില്ല. പക്ഷെ അല്ലാത്ത കുട്ടികൾക്കാണ് ഇതൊരു വലിയ ചലഞ്ചായിട്ട് വരികയും പിന്നെ പേരൻസിനാണെങ്കിലും ഈ കുട്ടീനെ ഒന്ന് ബേബി സിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് എൻ്റർടൈൻ ചെയ്യാനോ ഈ ഒരു ഫോണിൻ്റെ ആവശ്യകതയായിട്ട് വരുന്നത്, ഫോൺ മാൻഡേറ്ററി അല്ലെങ്കിൽ നെസസിറ്റി ആയിട്ട് വരുന്നത്. അതിന് പകരം കുട്ടീനെ വേറെ, അതായത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക്സ് ആയിരിക്കട്ടെ, അതിലേക്കൊക്കെ കുറച്ചൊന്ന് ഇൻട്രസ്റ്റ് ചെയ്ത് വിടുവാണെങ്കിൽ, കുട്ടീൻ്റെ ഒരു താല്പര്യം അനുസരിച്ചിട്ട് ഒന്ന് എൻഗേജ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കുട്ടീനെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനത്തെ ടെക്നിക്സിന് പകരം ഏറ്റവും ഈസി ആയിട്ടുള്ള ഫോൺ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോൺ ഇല്ലാതെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റില്ല. ഡോക്ടർ, ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു ഏരിയ കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നതേ, ഞാനൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ആ മേഖലയിൽ ഏറ്റവും അധികം പഠനങ്ങൾ നടക്കുന്നത് ഗട്ട് ബ്രെയിൻ കണക്ഷനെ പറ്റിയിട്ടാണ്. അത് ഇപ്പോൾ ഒരു പഠനം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ അന്ന് തന്നെ എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളിൽ ഇത് അപ്ലിക്കബിൾ ആയിരിക്കുമോ ഗട്ട് ഹെൽത്ത് ആൻഡ് ബ്രെയിൻ ഹെൽത്ത്? ഇപ്പോൾ ഡോക്ടർ ഒരു ആയുർവേദ ഡോക്ടറാണ്, കുഞ്ഞുങ്ങൾ ഒരുപാട് കാണുന്ന ബിഹേവിയറൽ അനലിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളിലെ ഗട്ട് ഹെൽത്തും ബ്രെയിൻ ഹെൽത്തും തമ്മിൽ ശരിക്കും ബന്ധമുണ്ടോ? 100% ബന്ധമുണ്ട്. ബിക്കോസ് ദർ ഈസ് എ ഗട്ട് ബ്രെയിൻ ആക്സിസ്. ബ്രെയിൻ എന്ന് പറഞ്ഞ സെൻട്രൽ നെർവ് സിസ്റ്റമാണ്, ഗട്ട് എന്ന് പറഞ്ഞാൽ എൻട്രിക് നെർവ് സിസ്റ്റമാണ്. ഇതില്ലാത്ത ഒരു ഓട്ടോണോമിക് നെർവ് സിസ്റ്റം, അതായത് ഒരു ആക്സിസ് അവിടെ നടക്കുന്നുണ്ട്. ദർ ഇസ് എ ഗട്ട് ബ്രെയിൻ കണക്ഷൻ. അതുകൊണ്ട് ഗട്ട് ഹെൽത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രവൈസ് ചെയ്ത് വെക്കേണ്ടത് ആസ് എ പാരൻറ്റ് അല്ലെങ്കിൽ ആസ് എ ഡോക്ടർ വളരെ അത്യാവശ്യമാണ്.
ഭക്ഷണം കുഞ്ഞു മക്കളിൽ എസ്പെഷ്യലി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ മൈക്രോ ബാക്ടീരിയ, അതായത് അവിടുത്തെ ഫ്ലോറ എന്ന് പറയും, അവിടുത്തെ ബാക്ടീരിയാസ് നല്ല ഭക്ഷണത്തിലൂടെ ഗുഡ് ബാക്ടീരിയാസിനെ നറിഷ് ചെയ്ത് നിർത്തണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡിസ്ബയോസിസിൻ്റെ പോലെ കുറേ എന്താ പറയുക ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ ഇതെല്ലാം എഫക്റ്റഡ് ആവും. അതുപോലെ തന്നെ ഈ ഗട്ടിലെ ബാക്ടീരിയൽ ഹെൽത്ത് നന്നായിട്ടില്ലെങ്കിൽ ഇത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലേക്കും, അതായത് ബ്രെയിനിലേക്കും ആക്സസ് ഉള്ളതുകൊണ്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ മെറ്റബോളിസത്തിനൊക്കെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് പല പല ന്യൂറോളജിക്കലായിട്ടുള്ള സിംറ്റംസ് വരാനും ഇത് കാരണമാണ്. വിദ്യയ്ക്ക് അറിയോ, ഞാൻ എൻ്റെ ക്ലിനിക്കിൽ കൊടുക്കുന്ന ഡയറ്റിൽ തന്നെ എനിക്ക് 80% റിസൾട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട്, അതായത് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഈ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് ഈ ഗട്ട് ഹെൽത്ത് വളരെ പൂറായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കുട്ടീൻ്റെ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള പ്രകൃതി എന്ന് നോക്കും. നമ്മൾ ആയുർവേദ രീതിയിലാണെങ്കിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രകൃതി, നമ്മൾ 3 പ്രകൃതിയെ പറയാം, ദോഷ അനുസരിച്ചിട്ട്. ദോഷ മീൻ ബൈ നമ്മുടെ ആയുർവേദിക് കാര്യങ്ങളാണ്, സയൻറ്റിഫിക് ആയിട്ടുള്ള. അപ്പോൾ അത് നോക്കിയിട്ട് ഏത് പ്രകൃതിയിലാണ് കുട്ടി വരുന്നത്, അതനുസരിച്ചുള്ള മെഡിസിൻസ് വെച്ച് അവിടെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ നോക്കും. അതോടൊപ്പം തന്നെ പ്രോബയോട്ടിക്, പ്രീബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് കൊടുത്ത് അതൊന്ന് നോർമലൈസ് ചെയ്യാൻ നോക്കും. അതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഇപ്പോൾ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ളത്, കെസിൻ അടങ്ങിയിട്ടുള്ളത്, അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഗ്ലൂട്ടൻ ഫ്രീ, കെസിൻ ഫ്രീ ഡയറ്റിലേക്ക് നമ്മൾ കൊടുക്കും. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ 80% റിസൾട്ട് കിട്ടുകയാണ്. അതോടൊപ്പം തന്നെ തെറാപ്പിയും കൂടെ വരുമ്പോൾ ഒരു അമേസിങ് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലേക്ക് നമുക്ക് വരാൻ വേണ്ടി സാധിക്കുകയാണ്. ഡോക്ടറോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യം, ഡോക്ടറോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യം, ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ അത് പ്ലസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഇതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻ്റ് ആണ് ഡോക്ടർ കൊടുക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയാമോ? എങ്ങനെയാണ് ആ ഡോക്ടറെ അടുത്തേക്ക് പ്രശ്നവുമായി ഒരു കുഞ്ഞ് വന്നാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതികൾ, ഡോക്ടർ അത് കൈകാര്യം ചെയ്യുന്ന ഒരു രീതി? ഓക്കെ, ഇപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിഹേവിയർ കൺസേൺസ് ആയിട്ടുള്ളൊരു കുട്ടി വരികയാണെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യും കുട്ടിക്ക് ഒരു ഓർഗാനിക് ആയിട്ടുള്ള പ്രശ്നമുണ്ടോ, ഇപ്പം ഗട്ടിൻ്റെ ഹെൽത്തിൻ്റെ പ്രശ്നമുണ്ടോ, അതൊക്കെ നമ്മൾ ഓരോ സിംറ്റംസ് കേസ് എടുക്കുമ്പോൾ പേരൻസിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗട്ടിനൊക്കെ, ഇപ്പോൾ പറഞ്ഞാൽ ഗട്ട് ബ്രെയിൻ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഗട്ടിൻ്റെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതൊന്ന് റെക്ടിഫൈ ചെയ്യാനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കും. അതുപോലെ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് കൊടുക്കും, അതുപോലെ കറക്റ്റ് ഡയറ്റ് മാനേജ്മെൻറ്റ് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് കൊടുക്കും. ഇത് ഒരു മൾട്ടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന റിസൾട്ട് ഫാന്റാസ്റ്റിക് ആണ്. ഓക്കെ ഡോക്ടർ, അടുത്ത് നമുക്ക് സംസാരിക്കാനുള്ളത്, ഒരു പാരൻറ്റ് ഒരു ബിഹേവിയറൽ ഇഷ്യൂ കാണുന്നു, ഹെൽപ്പ് സീക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ സ്റ്റിഗ്മയാണ്. ഞാനൊരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് എല്ലാവരും പറയുമോ, ഇനി ഇവൻ എന്തോ കുഴപ്പക്കാരനാണെന്ന് പറയുമോ, ഇത്തരം ഒരുപാട് ആശങ്കകൾ പാരൻസിനുണ്ടാവും. അതിനെ എങ്ങനെയാണ് കാണുന്നത്? എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു സഹായം സീക്ക് ചെയ്യുക എന്നുള്ളത്, നോർമലൈസ് ചെയ്യുക എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? ഇപ്പം ഞങ്ങളുടെ അടുത്തേക്ക് ഒരു കുട്ടീനെ കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളൊരു വാക്ക് പേരൻസിൻ്റെ മെൻ്റൽ പീസ് ഇമ്പ്രൂവ് ആയി എന്നുള്ളതാണ്. So if you want your mental peace to be improved, you have to come to us. അത്രേ ഉള്ളൂ. വെച്ചാൽ നമ്മൾ എന്തിനാണ് വേറെ ആളുകൾ പറയുന്നത് നോക്കുന്നത്? നമ്മുടെ മക്കളും നമ്മുടെ സമാധാനമാണ് ഏറ്റവും പ്രയോറിറ്റി. ഇപ്പം നമ്മൾ റീൽസിലൊക്കെ കാണുന്നില്ലേ, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, എവറിത്തിങ് ലൈക്ക് ദാറ്റ്. ഇഫ് യു ആർ നോട്ട് അപ്ലൈയിങ് ഇറ്റ് ടു അസ്, ആൻഡ് വാട്ട്സ് എ തിങ് ഇൻ നോർമലൈസിങ് ഓർ ബൂസ്റ്റിംഗ് ദാറ്റ്, അല്ലേ? അത് ഒരു കാര്യമില്ല. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം, അതോടൊപ്പം തന്നെ നമുക്കും വേണ്ടി ജീവിക്കണം. നമ്മുടെ മക്കളൊരു ബിഹേവിയർ കൺസേൺ ആയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഒരു സംസാരക്കുറവായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളായിട്ടോ നിൽക്കുമ്പോൾ നമ്മൾ എത്ര ഹാപ്പി ആയിരിക്കുമോ? ഇല്ല. നമുക്ക് എപ്പോഴും അതൊരു വറിയല്ലേ, നമുക്ക് എപ്പോഴും ഒരു കൺസേൺ അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മെൻ്റൽ പീസ് അവിടെ കോംപ്രമൈസ്ഡ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ നമ്മുടെ മെൻ്റൽ പീസിന് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് മികച്ചൊരു ഫ്യൂച്ചറിലേക്കുമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇപ്പം നമ്മുടെ ടൈമും നമ്മുടെ എനർജിയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എന്താ തെറ്റുള്ളത്? absolutely there is nothing wrong on that. എനിക്ക് അത്രേ അത് പറയാനുള്ളൂ. സോ ഇറ്റ്സ് ഓൾവേസ്
പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യില്ലേ? ഇപ്പം നിങ്ങളുടെ ഒരു കുട്ടിക്ക് പനിയാണ്, ഒരു 100 ഡിഗ്രി പനിയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവില്ലേ? എന്നുവെച്ചാൽ നമുക്ക് പറയണം, ഓ ഇത് പനി വേറെ പനിയാണോ, പലതരത്തിലുള്ള പനികളുണ്ടല്ലേ, അപ്പോൾ വേറെ പനിയാണോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് വല്ല ഫിറ്റ്സ് പോലെ വരുമോ എന്നൊക്കെ നമ്മൾ പല പല കൺസേൺ ആയിട്ട് നമ്മൾ വേറെ ഒന്നും ആരും പറയുന്ന കേൾക്കാറില്ല. നമ്മുടെ കുട്ടിക്ക് വേണ്ടി നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി പോകും. അതുപോലെ തന്നെയാണ് മെൻ്റൽ ഹെൽത്തും, അതുപോലെ തന്നെയാണ് ഡെവലപ്മെൻറ്റും. ഇപ്പം എൻ്റെ ക്ലിനിക്കിൻ്റെ പേര് ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഓരോ സ്കിൽസും. ഏതെങ്കിലും സ്കില്ലിൽ എൻ്റെ കുട്ടി ഡെഫിസിറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുത്തു എന്ന് വെച്ചാൽ എന്താ തെറ്റുള്ളത്? ദർ ഇസ് നത്തിങ് റോങ് ഓൺ ദാറ്റ്. വി ആർ ഹെൽപ്പിംഗ് ദ ചൈൽഡ് ടു ത്രൈവ് വെൽ ഇനഫ്. നമ്മൾ ആ കുട്ടിയുടെ ഭാവിനെ കുറച്ചും കൂടെ സുരക്ഷിതമാക്കുകയാണ് ചെയ്യണത്. ആസ് എ പാരൻറ്റ് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഡു ദാറ്റ്. അതുപോലെ യു ഹാവ് ടു ഓൾസോ മേക്ക് ഷുവർ യു ആർ ഗോയിങ് ടു എ കറക്റ്റ് പ്ലേസ് വെയർ യു ആർ നാവിഗേറ്റഡ് വെൽ. ദാറ്റ്സ് എ മെയിൻ തിങ്. ഓക്കെ ഡോക്ടർ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഡോക്ടറിൻ്റെ ഒരു രീതി ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൺസേണുമായി വരുന്ന ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്യുകയാണോ അതോ ഒരു ഗൈഡൻസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ കൺസൾട്ടേഷൻസിലും ഞാൻ ഓണസ്റ്റായിട്ട് അവർക്കൊരു കറക്റ്റ് ഗൈഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മിക്കവർക്കും തെറാപ്പി അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഇൻറ്റൻസീവ് തെറാപ്യൂട്ടിക് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കിത് അറിയാം. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ഒരു കൺസേൺ ഉണ്ട്, ഒരു ബിഹേവിയറൽ ഇഷ്യൂ ഉണ്ട്, ഞാനൊരു ഡോക്ടറിനോട് ചെല്ലുമ്പം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാൽ അത് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു കറക്റ്റ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസാണ് കൊടുക്കുന്നത്. ആദ്യം ഇതിങ്ങനെയാണ്, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, അത് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പം പ്രശ്നമില്ലെങ്കിൽ നമ്മൾ പറയും ഓക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്താൽ മതി, നമുക്ക് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കുമെന്ന് പറയും. എന്നിട്ട് നിങ്ങൾ ശരിയായിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ അപ്പിന് വരാൻ പറയും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്തപ്പോൾ കണ്ടു, ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, ചെറിയ പ്രായമാണല്ലോ, അത് ഒന്ന് ക്ലിയർ ആക്കണം, അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. മെഡിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ടെങ്കിൽ മെഡിക്കൽ ഇൻ്റർവെൻഷൻ ചെയ്യാനുണ്ട്, തെറാപ്പിറ്റിക് ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ടെങ്കിൽ തെറാപ്പിറ്റിക് ഇൻ്റർവെൻഷൻ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി സഹകരിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഓരോ ബെനഫിറ്റ്സും ഓരോ അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നും എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അതുപോലെ ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റും മൈസെൽഫ് ഡോക്ടർ ഭീമ കൂടുതലും ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഞാൻ കുട്ടികളെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഇൻ്റർവെൻഷനും മെഡിക്കൽ ഇൻ്റർവെൻഷനോടൊപ്പം തന്നെ പാരൻറ്റ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് ദാറ്റ് വി ആർ ഡൂയിങ്. ആ കുട്ടികൾ വീട്ടിലെങ്ങനെയാണെന്നുള്ളത് പറയാം, അവരുടെ ഫീഡ്ബാക്ക് നമ്മൾ റിസീവ് ചെയ്യും. അതുപോലെ അവർക്ക് എന്തെങ്കിലും പ്രൊഫഷണൽ വേറെ ഹെൽപ്പ്, അതായത് അഡ്വൈസസ് വേണമെങ്കിലോ അത് സീക്ക് ചെയ്യാം. പാരൻറ്റിങ് ട്രെയിനിങ് നമുക്ക് സീക്ക് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ആ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പം എനിക്ക് ബെനിഫിറ്റാണ്. ചില ഈ കുട്ടീനെ വീട്ടിൽ പോയിട്ട് നോക്കുന്നത് തെറാപ്പിസ്റ്റ് അല്ല, പേരൻ്റാണ്. അപ്പോൾ ഈ പേരൻറ്റിനെ ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ റിസൾട്ടാണ് അവിടെ കൂടുന്നത്. എൻ്റെ അടുത്ത് വരുന്ന ഓരോ കുട്ടിയും എൻ്റെ മക്കളാണ്. അപ്പോൾ എൻ്റെ മക്കളാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഐ ആം വെരി പ്രൗഡ് ഇനഫ്, ഐ ക്യാൻ ഡു ഇറ്റ്. ഡോക്ടർ പാരൻ്റൽ ഗൈഡൻസ് കൊടുക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് ചോദിക്കട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ടും വീട്ടിൽ പോയിട്ട് പാരൻസ് കലഹമാണ്, വീട്ടിലെന്നും പ്രശ്നങ്ങളാണ്, ഇത് കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യും? 100% അഫക്റ്റ് ചെയ്യും. ഞാനിപ്പോൾ ഇത് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു കുട്ടി എൻ്റെ അടുത്ത് ഒ പിയിൽ വന്നപ്പോൾ പറഞ്ഞൊരു വാക്കാണ്. ആ കുട്ടിയുടെ പേരൻ്റ് എൻ്റെ അടുത്ത് ഈ കുട്ടീനെ കൊണ്ടുവന്നത് ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ടാണ്. വെച്ചാൽ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, കുട്ടികളായിട്ട് ഒന്നും ഇൻട്രാക്ട് ചെയ്യുന്നില്ല, മറ്റു കുട്ടികളുടെ കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ, അതായത് ഫ്രണ്ട്സൊന്നും ആയിട്ട് അങ്ങനെ ഒരു ഇൻട്രാക്ഷനൊന്നുമില്ല, എപ്പോഴും ഒറ്റയ്ക്ക് പോയി മാറി നിൽക്കുന്നു, ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കത്തില്ല, ക്ലാസ്സിലിരുന്ന് ഉറങ്ങും, ശ്രദ്ധിക്കില്ല ടീച്ചേഴ്സോ അല്ലെങ്കിൽ മറ്റു കുട്ടികളോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു കൺസേൺ ആയിട്ട് ഒരു പാരൻ്റ് എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായി. അപ്പം ഞാൻ കുട്ടീനെ കൗൺസിലിങ്ങിന് ഇരുത്തിയപ്പം കുട്ടി എൻ്റെ അടുത്ത് പറയാണ്, ഡോക്ടറെ, ഞാൻ ചോദിച്ചു എൻ്റെ മോൻ്റെ കാര്യം ഒന്ന് പറയുമോ? അപ്പോൾ ഒരു 10-12 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറയാണ്, ഡോക്ടറെ, എനിക്കാകെ വേണ്ടത് എൻ്റെ അപ്പയും അമ്മയും ഒരുമിച്ച് സന്തോഷമായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. എനിക്കത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോയി. ചില ആ കൊച്ച് പറയണത് അത്രയും ഒരു കാര്യമാണ്, അത് മതി. എന്നുവെച്ചാൽ ആ കുട്ടിയുടെ വീട്ടിലുള്ള എൻവയൺമെൻറ്റ് ആ കുട്ടീനെ എങ്ങനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് വെച്ചാൽ കുട്ടിക്ക് വേറെ ഒന്നിലേക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വേറെ ഒന്നിലും താല്പര്യം കാണിക്കുന്നില്ല, കുട്ടിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, കുട്ടിക്ക് അമിതമായിട്ടുള്ള പേടിയാണ്. അത് എന്തൊക്കെ ട്രോമയിലൂടെ ആയിരിക്കും ആ കുട്ടി കടന്നു കൊണ്ടുപോവുക. ഈ കുട്ടിക്ക് ലൈഫിൽ ഒരു നല്ലൊരു ഫ്യൂച്ചർ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ എത്ര വലിയ സ്കൂളിൽ വിട്ടുന്നോ അല്ലെങ്കിൽ എത്ര വലിയ ലക്ഷറി സെറ്റിങ്സ് പ്രൊവൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോ മെമ്മറീസാണ്. നമ്മൾ പറയും ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ ഫസ്റ്റ് ഒരു 10 ഇയേഴ്സിലൊക്കെ ഓരോ കിട്ടുന്ന ഒരു മെമ്മറിയും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് കറക്റ്റായിട്ട് വന്നില്ല എങ്കിൽ ആ കുട്ടീനെ ഓരോ തവണ ഇത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ കുട്ടിയുടെ കരിയറിൽ ഹോണ്ട് ചെയ്യും, ആ കുട്ടിക്ക് ഒരു കല്യാണം കഴിക്കുമ്പോൾ അവിടെ ഹോണ്ട് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു ഇത്രയും ഒരു ട്രോമയിൽ നിൽക്കുന്ന ഒരു പേരൻറ്റും ആയിട്ടുള്ള ആ ഒരു സെറ്റിങ്ങിൽ ജീവിച്ചു വരുന്ന കുട്ടിക്ക് ഒരു നല്ലൊരു ദാമ്പത്യ ജീവിതം സെറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? അത് ഭയങ്കര പേടിയായിരിക്കും ആ കൊച്ചിന്. എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും അല്ലേ? ഉറപ്പായിട്ടും. അപ്പം നമ്മളെപ്പോഴും കൊടുക്കേണ്ടത് ഒരു നല്ലൊരു നർച്ചറിങ് എൻവയൺമെൻറ്റാണ്, ഒരു സേഫ് ആയിട്ടുള്ള ഫീലിംഗാണ്, ഒരു സേഫ് എൻവയൺമെൻറ്റ്, ഒരു സുരക്ഷിതത്വം. ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. എവിടെയും നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു എൻവയൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി എത്തുന്ന ലെവല് അത് വേറെ തന്നെയായിരിക്കും. ഓക്കെ ഡോക്ടർ, ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് പലരും ചിലപ്പോൾ പറയുന്നുണ്ടാവും എൻ്റെ കുഞ്ഞ് പഠനത്തിൽ വളരെ മോശമാണ്, ഒട്ടും പഠിക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല, ട്യൂഷൻ കൊടുക്കുന്നോ പഠിക്കുന്നില്ല, എന്ത് ചെയ്യാനാ ഞാൻ. ചിലപ്പോൾ ഇത്തരം അണ്ടർലൈങ് കോസസ് ആയിരിക്കും അതിന് കാരണം അല്ലേ? അപ്പോൾ ഡോക്ടറുടെ അനുഭവത്തിൽ എന്താണ് കണ്ടിരിക്കുന്നത്? ഈ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഡോക്ടറെ കാണുന്ന ഒരു പ്രീ ടീൻ ടീനേജിലുള്ള കുട്ടികൾക്ക് എന്തൊക്കെയാവാം അവരുടെ മറ്റ് കൺസേൺസ് എന്തൊക്കെയായിട്ടാണ് കണ്ടിട്ടുള്ളത്? മെയിൻലി ഫാമിലി ഇഷ്യൂസ്, അതായത് പേരൻസിൻ്റെ ഇടയിലുള്ള ഫാമിലി ഇഷ്യൂസ് ഈ കുട്ടികളുടെ പഠനം, അതായത് എസ്പെഷ്യലി ഒരു ടീനേജിലേക്കൊക്കെ വരുമ്പോൾ കുട്ടികളുടെ പഠനത്തിനെ ഏറെ ബാധിക്കും. ബിക്കോസ് ഒരു നല്ലൊരു പോസിറ്റീവ് എൻവയൺമെൻറ്റ് ഇല്ലാത്തൊരു വീട്ടിൽ ഒരിക്കലും ഒരു കുട്ടിക്ക് സമാധാനമായിട്ട് പഠിക്കാൻ പറ്റില്ല. ചില അവർ കണ്ടു വളരുന്ന സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു എൻവയൺമെൻറ്റിൽ വരുന്ന കുട്ടീനെ നമുക്ക് എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും? ആ കുട്ടി നന്നായിട്ട് പഠിക്കണം, ആ കുട്ടി നന്നായിട്ട് ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ആ കുട്ടി നല്ല പ്ലസൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് അതൊരു അൺറിയലിസ്റ്റിക് ഗോളല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു പോസിറ്റീവ് നർച്ചറിങ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ആ കുട്ടിയുടെ ലോങ് ടേം ആയിട്ടുള്ളൊരു ഭാവിയിലേക്ക് വളരെ ഗുണം ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ പാരൻസിനുള്ള ഒരു കൺസേൺ ആയിരിക്കും, ഒരു ഏജ് കഴിയുന്നു, ഒരു ടീനിലേക്ക് വരുന്നു. അപ്പോൾ ഈ മാധവിക്കുട്ടിയുടെ നെയ്പായസമൊക്കെ വായിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അമ്മമാരങ്ങ് ഒറ്റപ്പെടും, കാരണം കുട്ടികൾക്ക് കൂട്ടുകാരായി അവരുടെ ലോകമായി. എന്നിൽ നിന്ന് എൻ്റെ മോനങ്ങ് അല്ലെങ്കിൽ മോളങ്ങ് പോയോ, ഞാൻ ഒറ്റപ്പെടുന്നു, കുഞ്ഞ് വേറെയായി തീരുന്നു. അപ്പോൾ ഈ കണക്ഷൻസ് ബ്രേക്ക് ചെയ്യാതെ അവരൊരു ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വലാക്കി മാറ്റാൻ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അത് ആദ്യം തന്നെ അതിൻ്റെ ഒരു എഫേർട്ട് എടുക്കേണ്ടത് പേരൻസാണ്. പേരൻസ് ഒരു സെറ്റ് ചെയ്യുക, ഒരു ക്ലിയർ ബൗണ്ടറി. നമ്മുടെ മക്കൾ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, താനോളം വളർന്നാൽ താനെന്ന് കാണണം എന്നുള്ളത്. ചില അത് തന്നെയാണ്. ചില കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മൾ പതിയെ ആ ഒരു ഡിപ്പെൻഡൻസി കുറച്ച് കൊണ്ടുവരാനാണ് നോക്കണ്ടേ. ഒരു 18 വയസ്സ് വരെ നമ്മുടെ കീഴിൽ തന്നെയാണ് നമ്മുടെ കുട്ടികളുള്ളത്. എന്നിരുന്നാൽ പോലും കുട്ടികൾക്ക് കൂടുതൽ ഫ്രണ്ട്സ് ആവും, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മളായിട്ടൊരു കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം, ഒരു ഫ്രണ്ട്ലി കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കണം. എന്നിരുന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും റെഡി ആവണം. നമ്മുടെ കയ്യിൽ നിന്ന് പതിയെ കുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ കുട്ടിയുടെ വെൽബീങ്ങിനും കൂടെ വേണ്ടിയാണ്. നമ്മൾ അങ്ങനെയാണല്ലോ ട്രെയിൻ ചെയ്യേണ്ടത്. കുട്ടീനെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത് എങ്ങനെയാണ്? നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് തന്നെയാണ്. നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ കുട്ടി എങ്ങനെയാണ് പിന്നെയും നമ്മുടെ അടുത്ത് നിന്ന് ഡിപ്പെൻഡൻ്റ് ആവും, എന്നുവെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആവത്തില്ല. അപ്പോൾ പതിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കുട്ടി പോകും എന്നുള്ളത്, പോകും എന്ന് വെച്ചാൽ നമ്മൾ ഗൈഡൻസ്, അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എസ്, നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്യണം, സൂപ്പർവിഷൻ ചെയ്യണം, അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എസ്. പക്ഷേ കുട്ടിയുടെ ആ ഫ്രീഡം അത് എൻജോയ് ചെയ്യാനും വിടണം. എന്നാലാണ് ആ കുട്ടീനെ നമുക്കൊരു നല്ലൊരു ഇൻഡിവിജ്വലായിട്ട്, ഒരു സോഷ്യൽ ഇൻഡിവിജ്വലായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. പേരൻസാണ് ആദ്യം തന്നെ ആ ഒരു എഫേർട്ട് ഇട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അക്സെപ്റ്റ് ദ ചൈൽഡ് he or she is with the proper guidance and monitoring and supervision from the parent. ഓക്കെ ഡോക്ടർ, ഇത് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു കുട്ടീനെ വളർത്തി വിടല്ല, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ വളർത്തി വിടണമെന്നാണ് എല്ലാ പാരൻസിനും ആഗ്രഹം. അപ്പോൾ ഡോക്ടർ വരുന്ന പാരൻസിനോട് പറയാറുള്ള ചില ടിപ്സ് ഉണ്ടോ? കുട്ടികൾക്ക് എങ്ങനെയാണ് ഡിസിപ്ലിൻ, ഈ മൈക്രോ ഹാബിറ്റ്സ് ഒക്കെ അവരെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി അവരെ സെറ്റ് ചെയ്യാൻ, ഈ പറഞ്ഞ പോലെ ബൗണ്ടറി സെറ്റ് ചെയ്യുക, ഇതിനൊക്കെ ഒരു പ്രീ ടീനേജിന് ഡോക്ടർ കൊടുക്കുന്ന
ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് 7 ഇയേഴ്സിൽ നമ്മൾ അങ്ങനെ കുട്ടികളെ ഒന്നും സെറ്റ് ചെയ്യണ്ട. Okay. നമ്മൾ ആ കുട്ടികളെ അങ്ങനെയായിട്ട് ഒന്ന് കണ്ട് ലെറ്റ് ദം ബി എന്നുള്ള രീതിയിൽ കണ്ട് നമ്മൾ ആ കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്ത് കൊടുത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഒരു പ്ലേയിലൂടെയൊക്കെ ഒരു റോൾ മോഡലാക്കി തീർത്ത് ഒന്ന് എൻജോയ് ചെയ്ത് ആ ഒരു കാലഘട്ടം പോയിക്കോട്ടെ. പക്ഷെ ആഫ്റ്റർ 7 ഇയേഴ്സ് നമ്മൾ മോഡൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ച് റൂൾസൊക്കെ നമ്മുടെ ആ കുട്ടീൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കണം, പ്രേ ചെയ്യണം, കറക്റ്റായിട്ട് മോർണിംഗ് റുട്ടീൻസ് ഒക്കെ ചെയ്യണം, അങ്ങനെ എല്ലാത്തിനും ഒരു കറക്റ്റ് പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കി. അതെ തന്നെ, പ്ലാനിങ്ങും ഓർഗനൈസേഷനും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു 7 ഇയേഴ്സിലാണ്. ആ ഒരു 7 ഇയേഴ്സ് ആകുമ്പോൾ കുട്ടിയും അഡാപ്റ്റബിൾ ആവും, കുട്ടിക്കും മനസ്സിലാവും. ഏറെ കുറേ പേരൻസ് പറയുന്ന ഓരോ കാര്യങ്ങളും കുട്ടിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പം ആ ഒരു ടൈമിൽ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വിടണം. അപ്പോൾ ആ ഒരു റുട്ടീൻ അവിടെ പതിയെ എസ്റ്റാബ്ലിഷ് ആവും. അങ്ങനെ ഓരോ തവണ ആ കുട്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണം, നമ്മളെപ്പോഴും റീഇൻഫോഴ്സ് ചെയ്യണം. അതുപോലെ ഓരോ തവണയും ഇപ്പോൾ എൻ്റെ മോനിപ്പോൾ 8 വയസ്സാണ്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ പറയാത്ത ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനത് സെലിബ്രേറ്റ് ചെയ്യും. ചെറിയ കാര്യമായിരിക്കും, ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് നീ നന്നായിട്ട് ചെയ്തല്ലോ, മമ്മി പറയാണ്ടോ ഇതൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ അവൻ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ അവൻ ഓരോ കാര്യങ്ങൾ, ഇപ്പം 8 വയസ്സാണ്, അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ പറയാതെ. അപ്പോൾ പറയും മമ്മി പറയാണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അവൻ്റെ ക്രെഡിറ്റ് ആണല്ലോ അങ്ങനെ. അപ്പോൾ നമ്മൾ പ്രോഗ്രസ്, ഓരോ ചെറിയ ചെറിയ പ്രോഗ്രസ്സും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം. ആ സെലിബ്രേറ്റിങ്ങിലൂടെയാണ് ആ കുട്ടി ഏറ്റവും ഒരു നല്ല ഇൻഡിവിജ്വലായി മാറുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചിട്ടയിലൂടെ പോകുമ്പോൾ ചില ദിവസം അപ്സ് ആൻഡ് ഡൗൺസ് വരും, അത് നമുക്കും വരും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എപ്പോഴും നമ്മളൊരു കർക്കശക്കാരിയായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അതുപോലെ തന്നെ ആ കുട്ടികളുടെ ഓരോ ഡെഫിസിറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യണം. നമുക്ക് എന്തൊക്കെയാണ് ആ കുട്ടിക്ക് എന്തൊക്കെയാണ് ഫ്ലോസ് ഉള്ളത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അത് എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാനും ചെയ്തു കൊടുക്കാനും സാധിക്കണം. അതൊരു ക്ലോസ് മോണിറ്ററിങ് ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. അതൊരു 7 to 12 ഇയേഴ്സ് 13 ഇയേഴ്സ് വരെ നമുക്ക് അത് ആ ഒരു സ്ട്രിക്റ്റിൽ കൊണ്ടുപോകണം. 13 ഇയേഴ്സ് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ ചോദിച്ചുള്ള 13 ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അവളുടെയൊക്കെ കുറേ കൂട്ടുകാരൊക്കെ ആയിരിക്കും, അവരായിരിക്കും അവരുടെ സൂപ്പർ ഹീറോസ്. നമ്മളൊക്കെ പതിയെ മമ്മിക്കൊന്നും അത്ര അറിഞ്ഞുകൂടാ, ആ ലെവലിലേക്ക് മക്കൾ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇല്ല ഞാൻ പറയുന്നതാണ് കറക്റ്റ്, ഞാനാണ് ഇങ്ങനെ, നമ്മൾ റിജിഡായിട്ട് നിന്നൊരു കാര്യമില്ല. അങ്ങനെ റിജിഡായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് കൂടുകയുള്ളൂ, നമ്മുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റഡ് ആവുകയുള്ളൂ. അപ്പം നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ, ഇത് ഈ ഒരു ഏജാണ്, കുട്ടികൾ റിബല്യസ് ആവും, മമ്മി പറഞ്ഞ കറക്റ്റ് അല്ല, എനിക്ക് മമ്മീനെക്കാളും അറിയാം, അല്ലെങ്കിൽ എനിക്ക് ഡാഡീനെക്കാളും അറിയാം എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ ഒരു പവർ സ്ട്രഗിള് വരണേ, അപ്പോൾ ഒരു ഈഗോ ക്ലാഷ് വരും. ഞാനാണോ വലുത്, നീയാണോ വലുത്, ആ ഒരു പവർ സ്ട്രഗിൾ ഒരിക്കലും കുട്ടീനെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പം നമ്മൾ പവർ സ്ട്രഗിൾസ് ഉണ്ടാക്കരുത്. നമ്മൾ ആദ്യം തന്നെ അത് ആ ഒരു എംബ്രേസ് ചെയ്യുക, ഓരോ ചേഞ്ചസും എംബ്രേസ് ചെയ്യുക, അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു ക്ലോസ് മോണിറ്ററിങ്ങിലും ഗൈഡൻസിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ അവർ നല്ലൊരു ഇൻഡിവിജ്വലാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മളെപ്പോഴും കുട്ടികളെ ഏത് മക്കളായിക്കോട്ടെ, നമ്മുടെ മക്കളെ അല്ലെങ്കിൽ വേറെ എങ്ങനെയാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് അഡ്മയർ ചെയ്യുക, പോസിറ്റീവായിട്ട് ലേബൽ ചെയ്യുക. നമ്മളൊരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ലേബലിങ്ങിലേക്ക് പോകരുത്. മറ്റു മനുഷ്യരോടൊക്കെ പറയുമ്പോൾ ഇവൻ ഭയങ്കര കളിയാണ്, ഇവൻ ഭയങ്കര ഉറക്കമാണ്, ഇവൻ കഴിക്കില്ല, ഇങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും പറയരുത്. ഇപ്പം എസ്പെഷ്യലി കേരളത്തിൽ കണ്ടുവരുന്ന ട്രെൻഡാണ് അവൻ അത്ര നല്ലതല്ല, അങ്ങനെ എന്തോ ഒരു, എനിക്ക് തോന്നുന്നു ചില പേരൻസ് പറയും എന്തോ കണ്ടേറോ അങ്ങനെയൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ പറയും, എൻ്റെ അടുത്ത് പറയും പേരൻസ്, അത് അങ്ങനെ കൂടുതൽ പറഞ്ഞ ഡോക്ടർ അങ്ങനെ വരും, പിന്നെ അങ്ങനെ പ്രശ്നം. അങ്ങനെയല്ല, മക്കളുടെ മുമ്പിൽ വെച്ച് എപ്പോഴും നമ്മൾ അവരെ ലേബൽ ചെയ്യേണ്ടത് അവർ സൂപ്പറാണെന്നുള്ളതാണ്. എസ്പെഷ്യലി ഔട്ട്സൈഡ് ആളുകളുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ട് ഒരു ഇൻറ്റേർണൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അവരുടെ വിഷമങ്ങളും അവരുടെ തെറ്റുകളും അവരുടെ ഡെഫിസിറ്റ്സും എല്ലാം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷേ
എല്ലാവരുടെയും മുമ്പിൽ നമ്മളെപ്പോഴും ലേബൽ ചെയ്യേണ്ടത് അവരൊരു നല്ലൊരു ഇൻഡിവിജ്വലാണ്, അവർ സൂപ്പറാണ്, അവർ ഓരോ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്ത് പറയാം, അത് കൂടുതൽ ലേബൽ ചെയ്ത് പറയാം. അപ്പോൾ കുട്ടികൾ എന്താണ്, കുട്ടികൾക്ക് കിട്ടുന്ന പ്രചോദനമാണ്. അടുത്ത തവണയും എൻ്റെ അമ്മ അവിടെ വേറെ ഒരു ആളുടെ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ വേറൊരു സെറ്റിങ്ങിൽ പോകുമ്പോൾ ഞാൻ ഇനിയും നല്ലതായിട്ട് പറയിപ്പിക്കണം. അതുപോലെ മെയിനായിട്ട് നമ്മൾ കൂടെ നിൽക്കേണ്ടത്, മിക്ക പേരൻസും ചെയ്യണ ഒരു തെറ്റെന്ന് വെച്ചാൽ അതായത് കുട്ടികൾ ഇപ്പോൾ ഒരു റാങ്ക് വാങ്ങിയാലോ അല്ലെങ്കിൽ കുട്ടികൾ ഒരു റേസിൽ വിൻ ചെയ്താലോ ആണ് പേരൻസ് ചേർത്ത് പിടിക്കുള്ളൂ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പം ആ കുട്ടി റാങ്ക് വാങ്ങിയില്ലെങ്കിലും അത്യാവശ്യം ആ കുട്ടി അവിടെ ഒരു പാർട്ടിസിപ്പേഷൻ നടത്തി, അല്ലെങ്കിൽ പെർഫോം ചെയ്തു, അല്ലെങ്കിൽ ആ കുട്ടി പ്രാക്ടീസ് ചെയ്തു, ആ ഒരു എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, അടുത്ത തവണ ആ കുട്ടി എഫേർട്ട് എടുക്കും. ആ ഒരു എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന റിസൾട്ടിലേക്കല്ല, നമ്മളെപ്പോഴും നോക്കുന്ന എഫേർട്ടിലേക്കാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു ഇൻബോൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻബിൽഡായിട്ട് കുട്ടിക്ക് ഒരു ഇൻറ്റേർണൽ മെസ്സേജ് കിട്ടുകയാണ്, ഓക്കെ എഫേർട്സ് വിൽ ബി അപ്രീഷിയേറ്റഡ്, നോട്ട് ഓൺലി ദ റിസൾട്ട്സ്. ഡോക്ടർ, ഒരു സംഭവം ഡോക്ടർ ആസ് എ മദർ എനിക്ക് സത്യത്തിൽ ഗൂസ് ബംസ് വരുന്നു. അത്രയും നല്ലൊരു അറിവായിരുന്നു ശരിക്കും. പക്ഷേ അപ്പോഴെനിക്ക് സ്വാഭാവികമായി തോന്നുന്നൊരു സംശയം, നമ്മൾ എങ്ങനെയാണ്, അപ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും, ചില തിരുത്തലുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ശിക്ഷ എന്നൊന്നുമല്ല ആ വാക്ക് എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് തിരുത്തലുകൾ, എങ്ങനെയാണ് അടിച്ചിട്ടൊന്നും അല്ല എന്നുള്ള ഒരു അറിവ് നമുക്കിപ്പോൾ ഉണ്ട്, പക്ഷേ എങ്ങനെയാണ് തിരുത്തലുകൾ കുഞ്ഞുങ്ങളിലേക്ക് നടത്തേണ്ടത്? ഉറപ്പായിട്ടും കറക്ഷൻസ് ആർ വെരി മാൻഡേറ്ററി. നമുക്കെല്ലാവർക്കും കറക്ഷൻസ് വേണം. പക്ഷേ അതിനു മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ കറക്ഷൻ പറയാനുള്ള കണക്ഷൻ നമുക്കുണ്ടോയെന്ന്. ഓക്കെ, നമ്മുടെ കുട്ടിയായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബിഹേവിയറിനെ, നെഗറ്റീവ് ബിഹേവിയറിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക്, അതാണ് ഞാൻ ചെറിയ പ്രായത്തിൽ തൊട്ട്, അതായത് വിത്ത് 0 to 0 years നമ്മുടെ വോമ്പിൽ കുട്ടി വന്ന ആ സമയം തൊട്ട് നമ്മളൊരു കറക്റ്റ് കണക്ഷൻ കുട്ടിയായിട്ട് ബിൽഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ്, പതിയെ വിളിച്ചിരുത്തി നമ്മുടെ ഒരു ഇൻറ്റേർണൽ സെറ്റിങ്ങിൽ നമുക്ക് ഇരുത്തിയിട്ട് ഇങ്ങനെ ചെയ്ത് ശരിയായില്ല മോനെ എന്നും പറഞ്ഞു കൊടുക്കാം. അതിന് പകരം നമുക്ക് വേറൊരു രീതിയിലും കൂടെ പറയാം, ഇത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. വി ക്യാൻ ജസ്റ്റ് യൂസ് എ പോസിറ്റീവ് അഫർമേഷൻസ്, പോസിറ്റീവ് റീപ്ലേസ്മെന്റ് സ്റ്റേറ്റ്മെന്റ്സ്. Instead of no's, we can, oh, let's do that in that way, it will be more good. ഇത് ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറയുന്നേക്കാളും പകരം നമുക്കിത് ഇങ്ങനെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്താലോ മോനെ. അപ്പോൾ എന്താണ്, കുട്ടി ആ ഒരു പോസിറ്റീവ് രീതിയിൽ നമുക്ക് കേൾക്കുമ്പോൾ കുട്ടിക്ക് അതൊരു വലിയൊരു നെഗറ്റീവായിട്ട് കുട്ടിക്ക് മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ തന്നെ, ഇപ്പം ഞാൻ വിദ്യയുടെ അടുത്ത് പറയണം ഇങ്ങനെ ഇരിക്കണ്ട എന്ന് പറയുന്നതിലും, വിദ്യ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇരുന്ന് നോക്കിയാലോ. സോ നമ്മളൊരു ചോയ്സ് കൊടുക്കുകയാണ്. അപ്പോൾ വിദ്യയാണ് അവിടെ തീരുമാനിക്കുന്നത്, പക്ഷെ എൻ്റെ കാര്യം അവിടെ നടന്നു. ഞാൻ കറക്റ്റ് ചെയ്യാൻ നോക്കി, അത് കറക്റ്റായി, പക്ഷെ വിദ്യയാണ് ഡിസിഷൻ എടുക്കുന്ന. വിദ്യയുടെ ഈഗോയ്ക്കും അത് പ്രശ്നമില്ല, ബിക്കോസ് വി ആർ ഓഫറിങ് ചോയ്സസ്. അത് കുഞ്ഞു മക്കളിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു മോഡലിംഗ് സ്റ്റോറീസായിട്ട് പറഞ്ഞു കൊടുക്കാം, സോഷ്യൽ സ്റ്റോറീസായിട്ട് പറഞ്ഞു കൊടുക്കാം, മോറൽ സ്റ്റോറീസായിട്ട് പറഞ്ഞു കൊടുക്കാം. എസ്പെഷ്യലി ഒരു ബെഡ് ടൈമിന് മുമ്പ് അതൊരു ശീലമാക്കി മാറ്റാം. നല്ലൊരു സ്റ്റോറീസ് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു ശീലമാക്കി മാറ്റാം. അതുപോലെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സ് കൊടുക്കാതെ പതിയെ അവർ പോലും അറിയാത്ത രീതിയിൽ അന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. by using positive affirmations, positive statements. So കുട്ടികൾക്കും ഓക്കെ, ഇപ്പം നമുക്കാണെങ്കിൽ ചോദിക്കാമല്ലോ, ഇപ്പോൾ കുട്ടി ഒരു പിടിവാശി പിടിക്കുകയാണ് എല്ലാ ദിവസവും ചോക്ലേറ്റിന് വേണ്ടി. അപ്പോൾ നമുക്ക് പറയാം, ഓക്കെ നമുക്ക് ഈ തവണ ചോക്ലേറ്റ് വേണ്ട, നമുക്ക് ടോയ് നോക്കിയാലോ, ടോയ് വേണോ ചോക്ലേറ്റ് വേണം. ആദ്യമൊക്കെ നമുക്ക് കുറച്ചും കൂടെ കുട്ടിക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരു ടോയ് ഒന്ന് പ്രിഫറൻസ് കൊടുക്കാം. ഈ ടോയ് വേണോ ചോക്ലേറ്റ് വേണോ, അപ്പോൾ കുട്ടി ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ചോക്ലേറ്റ് എന്ന് പറയും. എന്നിരുന്നാലും നമുക്ക് പറയാം, ഈ ടോയ് വെച്ച് നമുക്ക് ആദ്യം ഒന്ന് കളിച്ച് നോക്കാം, ഇത് നല്ല രസമല്ലേ, മോനും നല്ല ഇഷ്ടമുള്ള ടോയ് അല്ലേ. അപ്പോൾ അങ്ങനെ ചോയ്സസ് ഓഫർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചോയ്സസ് ഓഫർ ചെയ്യുമ്പം കുട്ടി തന്നെ എടുക്കുകയാണ്, മമ്മി ചോക്ലേറ്റ് അടുത്ത തവണ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ തവണ നമുക്ക് ടോയും കിട്ടിയല്ലോ.
കുട്ടീനെ ഹാപ്പി ആക്കി എടുക്കണം. അങ്ങനെ ഗ്രാജുവലി ഇവൻച്വലി എന്നെ കുട്ടി അത് റെഡി ആയിട്ട് വരും. അത് അല്ലാതെ നമ്മൾ എത്ര പണിഷ് ചെയ്ത് നോക്കിയാലും അത് കറക്റ്റായിട്ട് കുട്ടിയിൽ പ്ലേസ് ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ്. എസ്പെഷ്യലി ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾ ഒരിക്കലും നോ ആക്സെപ്റ്റ് ചെയ്ത് പഠിച്ച കുട്ടികളല്ല. എപ്പോഴും എവരി സറൗണ്ടിങ്ങിൽ നിന്നും എസ് ആക്സെപ്റ്റ് ചെയ്ത് പഠിച്ച കുട്ടികളാണ്. എസ്പെഷ്യലി ന്യൂക്ലിയർ ഫാമിലി 1-2 കുട്ടികൾ ഉണ്ടാവുള്ളൂ. ആ കുട്ടികൾക്ക് എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുന്ന പേരൻസാണ്. ബിക്കോസ് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബിസി പേരൻസ് ആണല്ലോ. സോ അവരെ ഹാപ്പി ആക്കാൻ വേണ്ടി കുട്ടികൾക്ക് ലക്ഷറി തിങ്സ് കൊടുത്ത് സെറ്റിലാക്കുക എന്നുള്ളതാണ്. എനിക്ക് ഡോക്ടറോട് ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കുട്ടികളോട് നോ പറയുക എന്നുള്ളത്, അതുകൂടി ഒന്ന് പറയാമോ? ഉറപ്പായിട്ടും നമ്മൾ നോ പറഞ്ഞ് തന്നെ ശീലിപ്പിക്കണം. അതുപോലെ മെയിനായിട്ടുള്ള ഒരു കാര്യം, ഒരു വീട്ടിൽ ഒരാൾ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും നോ തന്നെയായിരിക്കണം. ദാറ്റ് ഈസ് എ മെയിൻ തിങ്. കുട്ടികളും നോ ആക്സെപ്റ്റ് ചെയ്ത് തന്നെ വരണം. അതല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു നോ കഴിക്കുമ്പോൾ ഇവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. അതുപോലെ ഇവർക്ക് റിജക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇവർ ഡിപ്രഷനിലേക്കോ, അതായത് ഈവൻ ഫ്യൂച്ചറിൽ ഒരു ജോലി കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കറക്റ്റായിട്ട് വളർന്നില്ലെങ്കിലോ ആ റിജക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്ത് വരാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെറിയ പ്രായത്തിൽ തൊട്ടേ നമുക്ക് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ നമ്മുടെ റിച്വൽസിലോ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമിലോ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനോ അത് പറ്റാത്ത കാര്യങ്ങൾ നോ എന്നുള്ള വാക്ക് വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ടാണ് ഞാൻ ഈ നോ പറഞ്ഞിട്ടുള്ളത് എന്ന്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ക്ഷമയും സാഹചര്യവും മനസ്സിലാക്കി കൊടുക്കാനുള്ള കണക്ഷനും നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഡോക്ടർ, ഇത് കുട്ടികൾ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു എഫേർട്ട് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്ന ഞാൻ മുന്നേ ജോലി ചെയ്തിരുന്ന പ്ലേസിൽ ഒരു അമ്മ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഡോക്ടർ അവളിങ്ങനെ പഠിക്കുകയായിരുന്നു, പഠനത്തിൻ്റെ കൺസേണുമായിട്ട് വന്നതാണ്. അപ്പോൾ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ വന്നിട്ട് യൂട്യൂബ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ കുറേ പഠിക്കുന്നുണ്ട്. അതിനിടയിൽ ചില ഇൻറ്റിമേറ്റ് സീൻസൊക്കെ കാണുന്നുണ്ട്. 10ാം ക്ലാസ് എക്സാമിൻ്റെ ആ സമയമാണ്. ചില ഇൻറ്റിമേറ്റ് സീൻസൊക്കെ കാണുന്നുണ്ട്. പെട്ടെന്ന് എനിക്കൊരു ആദി വന്നു. അപ്പോൾ ഞാനിങ്ങനെ അവരോട് സ്വാഭാവികമായി പറഞ്ഞു, അത് 15-16 വയസ്സൊക്കെ അല്ലേ, ഇത് വളരെ സ്വാഭാവികമാണ് അവരുടെ ഹോർമോണൽ ചേഞ്ചിനൊക്കെ പറയുമ്പോൾ, ഡോക്ടർ ഇത് അപ്പുറത്തെ വീട്ടിലെ ഫ്രണ്ട് എന്നോടൊന്ന് പറഞ്ഞെങ്കിൽ എനിക്കിത് അവരോട് പറയായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞ് ഇത്തരം സീൻസൊക്കെ കണ്ടു തുടങ്ങി എന്നൊക്കെയുള്ളത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്കൊരു ആദ്യം ഇങ്ങനെ വരികയാണ് എന്ന് പറഞ്ഞു. പല പാരൻസും ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഒളിക്കുന്നുണ്ടാവും. ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. നമ്മളെങ്ങനെയാണ് ഒരു പ്രീ ടീൻ ഏജിനെ ഒരുക്കേണ്ടത്? ആക്ച്വലി പേരൻസ് തന്നെ മനസ്സിലാക്കണം, ആ കുട്ടികൾ സ്വന്തം മക്കൾ പ്രീ ടീനിലേക്ക് പോകുമ്പോൾ അവർക്ക് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കുറേ വ്യത്യാസങ്ങൾ വരും. ബിക്കോസ് ഓഫ് ദ ഹോർമോണൽ ചേഞ്ച് അവരുടെ ബോഡി ഫിസിക്ക് മാറുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും അതായത് പറഞ്ഞു കൊടുക്കണം. അതായത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഒരു ആക്റ്റീവ് ലിസണിങ് ഇനീഷ്യേറ്റ് ചെയ്യണം. കുട്ടിയായിട്ട് ഒരു ആക്റ്റീവ് ലിസണിങ് വേണം. അതുപോലെ തന്നെ ഇങ്ങനെ കുട്ടികളുടെ ഇപ്പോൾ ഒരു ടീനേജ് അഡോളസൻ്റ് ഏജ് വരുമ്പം കുറച്ച് വ്യത്യാസങ്ങൾ വരും അവരുടെ ബോഡി സ്ട്രക്ചറിനെന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ അവർക്കും ഒരു ഡൗട്ട് വരികയോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ അടുത്ത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമ്മളൊരു കറക്റ്റ് ആൻസർ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കും എന്നുള്ളൊരു ബോധ്യം. അങ്ങനെ ഒരു കൺവെർസേഷനിലേക്ക് നമുക്കിപ്പോഴും ഇനീഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. പിന്നെ പേരൻസും ആക്സെപ്റ്റ് ചെയ്യണം. എപ്പോഴും നമുക്ക് ഇപ്പം എനിക്ക് എൻ്റെ മോൻ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഞാൻ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു ബേബിയാണ്. അത്രേ ഉള്ളൂ, ലൈക്ക് ഒരു 3 കിലോ ഉള്ള കുട്ടി. പക്ഷെ അത് വലുതാവും, അതിനും അതിൻ്റേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അത് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്സും മെൻ്റൽ ഡെവലപ്മെൻറ്റ്സും ഇങ്ങനെയൊക്കെ നിനക്ക് വരും, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നിനക്ക് തോന്നാം, ഇതെല്ലാം നോർമലാണ് മോളെ എന്ന് ഉള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. ഡോക്ടറോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ടോക്കായി തോന്നുന്നു. അതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ അതിന് വളരെ എലിജിബിൾ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെയാണ്. ബിക്കോസ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻ്റർനാഷണൽ ബിഹേവിയർ അനാലിസിസ് ഓർഗനൈസേഷൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഡോക്ടർ ബീമ ക്ലിനിക് ഇൻ്റർനാഷണൽ ബിഹേവിയർ അനാലിസിസ് ഓർഗനൈസേഷൻ്റെ IBI IBT കോഴ്സ് പ്രൊവൈഡറാണ്. അതായത് അക്രഡിറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ കോഴ്സ് പ്രൊവൈഡറാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം, അതിൻ്റെ ഒരു ക്വാളിറ്റി ഡോക്ടർ ഉറപ്പായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഡോക്ടറെ പഠിച്ചതെന്ന് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് അതേപ്പറ്റി കൂടി ഒന്ന് പറയാമോ?
ഒബ്വിയസ്ലി പറയാം. ഇൻ്റർനാഷണൽ ബിഹേവിയർ അനലൈസിസിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പർ എന്നുള്ള നിലയിൽ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ നമ്മുടെ ക്ലിനിക്കിൽ എൻഷുർ ചെയ്യുന്നത്. ഓക്കെ. അതായത് നമ്മുടെ ക്ലിനിക്കിലെ എല്ലാ സ്റ്റാഫും IBT ഇൻ്റർനാഷണൽ ബിഹേവിയർ തെറാപ്പിസ്റ്റാണ്. അതായത് ഇൻ്റർനാഷണൽ ബിഹേവിയർ അനലൈസിസ് ഓർഗനൈസേഷൻ ബോർഡിൻ്റെ ഇൻ്റർനാഷണൽ ബിഹേവിയർ തെറാപ്പിസ്റ്റാണ്. സോ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എല്ലാ കുട്ടികൾക്കും എൻഷുർ ചെയ്യുന്നത്. മോറോവർ ഐ ആം ഓൾസോ ഇൻ്റർനാഷണൽ ബിഹേവിയർ അനലിസ്റ്റ്. അതിൻ്റെ വേറൊരു മിഷനാണ് ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ മിഷനാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഡെവലപ്മെൻറ്റൽ ഡിലേസും ബിഹേവിയറൽ കൺസേൺസും സ്പീച്ച് ഡിലേയും ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സും കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. സോ വാട്ട് വി ഡിഡ് ഇറ്റ്, നമ്മൾ എന്ത് ചെയ്തു, അപ്രൂവ്ഡ് കണ്ടൻറ് പ്രൊവൈഡറായി, കോഴ്സ് വർക്ക് പ്രൊവൈഡറായി. ഇൻ്റർനാഷണൽ ബിഹേവിയർ തെറാപ്പിസ്റ്റ് കോഴ്സിൻ്റെയും ഇൻ്റർനാഷണൽ ബിഹേവിയർ ആനലിസ്റ്റ് കോഴ്സിൻ്റെയും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ 4th ബാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ ബിഹേവിയർ തെറാപ്പിസ്റ്റ് കോഴ്സിൻ്റെ. സോ നമ്മൾ കൂടുതലും ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്, കൂടുതലും മക്കളെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്ത്, നമുക്ക് ഭാവിയിലുള്ള മക്കൾ, ഫ്യൂച്ചർ ജനറേഷൻ, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, എനിക്കിത് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു 30 ഇയേഴ്സ് ബിഫോർ അല്ലെങ്കിൽ ഒരു 25 or 28 ഇയേഴ്സ് ബിഫോർ എൻ്റെ ടീച്ചേഴ്സ് എടുത്തിട്ടുള്ള ഇൻപുട്ടാണ്. അതാണിപ്പോൾ എൻ്റെ ഔട്ട്പുട്ട്. സോ നമ്മൾ എടുക്കേണ്ട ഇൻപുട്ട് മേ ബി ആഫ്റ്റർ 30 ഇയേഴ്സ് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് കിട്ടേണ്ട കാര്യമാണ്. സോ ദർ ഈസ് ഓൾവേസ് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ദാറ്റ് വി ഹാവ് ടു ഡു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലിമിറ്റഡ് ആണ് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ ഇൻ്റർനാഷണൽ ബിഹേവിയർ തെറാപ്പിസ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനും ഇൻ്റർനാഷണൽ ബിഹേവിയർ അനലിസ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനും അതിലൂടെ നമ്മുടെ സൊസൈറ്റിക്ക് വെൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമിനെ പ്രൊവൈഡ് ചെയ്യാനുമാണ് ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഈ വിഷൻ എടുത്തിട്ടുള്ളത്. ഡോക്ടർ ഇത് പറയുമ്പോൾ എനിക്ക് നിശ്ചയമായും ചോദിക്കണമെന്ന് തോന്നുന്നത്, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ, അതായത് കുട്ടികളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ChatGPT-യോട് ചോദിക്കുന്നു, നെറ്റിൽ നോക്കുന്നു, എന്നിട്ട് കുറച്ച് പഠിക്കുന്നു. ഈ റീൽസിൻ്റെയൊക്കെ കാലത്ത് പകുതി അറിവുള്ളവരും ഓൺലൈൻ അറിവ് നേടിയവരും എല്ലാവരും ഒരു ഡോക്ടറായിരിക്കുന്ന ഒരു കാലത്തിലൂടെ, അതൊരു അപകടം പിടിച്ചൊരു കാലം തന്നെയാണ്. ആ കാലത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഡോക്ടർ IBA കോഴ്സ് പ്രൊവൈഡർ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ച് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ് കണ്ടിരിക്കുന്നത്? ഓക്കെ, ഏത് ChatGPT വന്നാലും, ഏത് AI ടൂള് വന്നാലും, എത്ര ഗൂഗിൾ വന്നാലും, ദിസ് ഈസ് ഇൻസൈഡ് അസ്. ഈ ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ യൂണീക്ക്നെസ്സും നമ്മുടെ സ്കിൽ സെറ്റും നമ്മുടെ ഇൻഡിവിജ്വലിൻ്റെ കയ്യിലല്ലേ ഉള്ളൂ. അത് ശാസ്ത്രീയമായി പഠിക്കുക എന്നുള്ളത് വേറെ തന്നെ. അത് തന്നെ സയൻറ്റിഫിക്കലായിട്ട് ഡാറ്റ ഡ്രിവൺ സയൻസ് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പഠിക്കണം. അത് പഠിച്ച് നമ്മുടെ വരുന്ന ക്ലയൻസിനെ സർവീസ് ചെയ്യാൻ പറ്റണം. അതിലാണ് കാര്യം. പിന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു സ്പീച്ച് ഡിലേ, അല്ലെങ്കിൽ ഒരു കുട്ടി മുഖത്ത് നോക്കുന്നില്ല, നമ്മൾ നോക്കുമ്പോൾ മുഖത്ത് നോക്കുന്നില്ല, ഐ കോണ്ടാക്ട് ഇഷ്യൂ, നമ്മൾ ChatGPT-യോട് ചോദിക്കുമ്പോൾ ChatGPT കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. മേ ബി അത് എൻഡപ്പ് ചെയ്യുന്നത് ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലുള്ള ഒരു കുട്ടിയാക്കിയായിരിക്കും. അല്ലെങ്കിൽ ദേ ക്യാൻ സേ, ഓ യുവർ ചൈൽഡ് ഈസ് ഓട്ടിസ്റ്റിക് ചൈൽഡ് എന്ന് വരെ പറയാം. പക്ഷെ അത് ഡോക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഡോക്ടർ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അസസ് ചെയ്ത് റൂൾ ഔട്ട് ചെയ്ത് ഡോക്ടറിനാണ് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റുള്ളൂ. വേറെ സിംറ്റംസ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കി. ചിലപ്പോൾ ആ കുട്ടി ഐ കോണ്ടാക്റ്റിലില്ലാത്ത ഒരു ചെറിയ സോഷ്യൽ സ്കില്ലിൻ്റെ ഡെഫിസിറ്റ് ആയിരിക്കും. ഓരോ കുട്ടിയും യുണീക്കാണല്ലേ? ഉറപ്പായിട്ടും എവരി ചൈൽഡ് ഈസ് യുണീക്ക്. നമ്മളൊരു ഫ്രേസ് ഉണ്ട്, ഇഫ് യു സീ എ ചൈൽഡ് വിത്ത് ഓട്ടിസം യു ജസ്റ്റ് സീ വൺ ചൈൽഡ് വിത്ത് ഓട്ടിസം. സോ എവ്രി വൺ ഈസ് യുണീക്ക്. ഞാനും വിദ്യയും എല്ലാവരും യുണീക്കാണ്. അവരുടെ സ്ട്രെങ്ത്സും ഡെഫിസിറ്റ്സും യുണീക്കാണ്. അത് എംബ്രേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ ജനറേഷൻ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ കുട്ടിയും യുണീക്കാണ്. ഡോക്ടർ ആ കുട്ടീനെ നേരിട്ട് കണ്ട് ആ ഒരു കാലത്തിലാണ് ഡോക്ടർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ പകുതി അറിവ് ദോഷം ചെയ്യായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? പകുതി അറിവ് കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉറപ്പായും ദോഷമായിരിക്കും ചെയ്യുക അല്ലേ? ഉറപ്പായിട്ടും. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എക്സ്പെർട്ടൈസ് ആയിരിക്കണം. ഞാനിപ്പോഴും എൻ്റെ ഫാദർ പറയുന്ന ഒരു കോട്ടാണ് ഓർമ്മ വരുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് അതിനെപ്പറ്റിയുള്ള 100% നോളജ് ഉണ്ടാവണം. യു ഹാവ് ടു ബി കിങ് ഓൺ ദാറ്റ്. നമുക്ക് എല്ലാ കാര്യത്തിലും ഇപ്പം വിദ്യ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്കറിയണ്ടാവില്ല.
അല്ലെങ്കിൽ വേറെ ആൾ ചെയ്യുന്നത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് എനിക്ക് 100% അറിയണം. എന്നാൽ മാത്രമേ നമ്മുടെ അടുത്ത് ഒരാൾ വരുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ വളരെ ഓണസ്റ്റായിട്ട് പറയാറുണ്ട്, എനിക്കറിയില്ലാത്തത് എനിക്കറിയില്ല, എൻ്റെ ക്ലിനിക്കിൽ ഇത് ഇല്ല, യു ജസ്റ്റ് ഗോ ടു അതർ, വി റെഫർ. അല്ലാതെ നമ്മളിവിടെ പിടിച്ചു നിർത്താനല്ല. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഓരോ കുട്ടിക്കും 100% റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നിർത്തുള്ളൂ. അത് എൻഷുർ ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ സർവീസസും നമ്മുടെ ഫാക്കൽറ്റി, നമ്മുടെ സെറ്റിങ്സും നമ്മുടെ കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമുക്കിത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമോ, പ്രോഗ്രസ് ഉണ്ടാവുമോ, നമ്മളിലൂടെ ആ കുട്ടിക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമോ. ഇത് സാധിക്കുമെങ്കിൽ മാത്രമാണ് നമ്മളിവിടെ എടുക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് അറിയാലോ ഇപ്പോൾ ഇവിടെ വേറെ അടുത്തൊക്കെ ഇങ്ങനത്തെ സൗകര്യങ്ങളുണ്ട്, അത് നമ്മൾ അങ്ങോട്ട് കറക്റ്റായിട്ട് നാവിഗേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ ഭീമ ക്ലിനിക്കിൻ ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെയും ഡോക്ടർ ഭീമയുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് നാവിഗേഷനാണ്, കറക്റ്റ് ഗൈഡൻസ് ആണ്, നോട്ട് മിസ്ലീഡിങ് ഓർ മിസ് ഗൈഡൻസ് ചെയ്യില്ല. ഡോക്ടർ, ഇനി ഒരു കാര്യം കൂടി, നമ്മൾ വിട്ടുപോയൊരു മേഖലയാണ് ഈ കുട്ടികളുടെ ഫീഡിങ് ഇഷ്യൂസ്. ഡോക്ടർ ഒരു ആയുർവേദിക് ഡോക്ടർ കൂടിയാണ്, അതുകൊണ്ട് ചോദിക്കട്ടെ, കുട്ടികളെ പ്രോപ്പറായി ഫീഡ് ചെയ്യാൻ ഇപ്പോൾ പലരും ഈ ഗാഡ്ജറ്റ്സ് കാണിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ്. എന്തൊക്കെ ഫീഡിങ് ഇഷ്യൂസുമായിട്ടാണ് പാരൻസ് ഡോക്ടറെ അടുത്ത് വരാറുള്ളത്? അതിനുള്ളൊരു ചില ടിപ്സ് എന്തൊക്കെയാണ്? മെയിൻലി ഫീഡിങ് ഇഷ്യൂസ് വന്നിട്ടുള്ളത് 2.5 വയസ്സ് 3 വയസ്സായാലും കുട്ടികൾക്ക് ഇപ്പോഴും മിക്സിയിലിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. മിക്സിയിൽ അടിച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അല്ലാതെ നോർമൽ ചോറോ അല്ലെങ്കിൽ ദോശയോ അല്ലെങ്കിൽ ചട്നിയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ ഒന്നും കുട്ടിക്ക് കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ, ഈ പേരൻസ് വളരെ ഈസി ആയിട്ട് കണ്ടുകൊണ്ടാണ്. മിക്ക പേരൻസും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരു കുട്ടിയുടെ ബോഡി വെയ്റ്റിലല്ല ആ കുട്ടിയുടെ ഹെൽത്ത് ഉള്ളത്, ആ കുട്ടിയുടെ ന്യൂട്രീഷനിലാണ്. മിക്ക പേരൻസ് എൻ്റെ അടുത്ത് വന്നു പറയും, ഡോക്ടറെ എൻ്റെ കുട്ടി ഒന്നും കഴിക്കുന്നില്ല, വെയിറ്റ് കുറവാണ്, വെയിറ്റ് ഇത്രേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതേ മൊബൈൽ കാണിച്ചിട്ടൊക്കെ ഫോഴ്സ് ഫീഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാട്ടോ ഡോക്ടറെ, അതേ മേക്ക് എക്സ്ക്യൂസസ്, അതുകൊണ്ടാട്ടോ ഡോക്ടറെ ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഫോഴ്സ് ഫീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചോറ് അരച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്യൂരെ പോലെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ പറയും, ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ കുട്ടിക്ക് കഴിക്കുന്ന കാര്യങ്ങൾ കൊടുത്താൽ മതി. അതിൻ്റെ ക്വാണ്ടിറ്റീനേക്കാളും ക്വാളിറ്റിയാണ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് ആ കുട്ടിയുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ ആ കുട്ടിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. എസ്പെഷ്യലി ഈ ചൂയിങ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഓറൽ മോട്ടർ എക്സസൈസാണ്, അത് സ്പീച്ചിനെയും ഡെവലപ്പ് ചെയ്യും. ഇത് ചുമ്മാ സോളിഡായിട്ട് അല്ല, അത് ലിക്വിഡായിട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് അവിടെ ഒരു സ്വാലോയിങ് മാത്രമേ നടക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഒരു 2.5 വയസ്സ് 3 വയസ്സാകുമ്പം കുട്ടിക്ക് ടെക്സ്ചറൽ അവേർഷൻസ് വരും. അതായത് ചെറിയ പ്രായത്തിൽ തൊട്ട് കൊടുക്കാത്ത ഭക്ഷണങ്ങൾ പെട്ടെന്ന് ഒരു 4 വയസ്സാകുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട്. മിക്ക പേരൻസും അങ്ങനെ വരാറുണ്ട്. കളേഴ്സ്, ഈ കളറുള്ള ഭക്ഷണം കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഈ ഒരു സ്ലൈമി ടെക്സ്ചറുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല, കറി കൂട്ടി കഴിക്കാൻ പറ്റുന്നില്ല, എല്ലാം ഉണക്ക സാധനങ്ങൾ, അത് ചപ്പാത്തി മാത്രം അല്ലെങ്കിൽ ദോശ മാത്രം, അതിൻ്റെ ക്രഞ്ചി ആയിട്ടുള്ള പാട്ട് മാത്രം കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചോറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അടിച്ചിട്ട് കൊടുക്കണം, അല്ലാതെ കുട്ടി ആക്സെപ്റ്റ് ചെയ്യില്ല. ചെറിയൊരു തരിയാണെങ്കിൽ തുപ്പിത്തരും. ഇതൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 6 മാസത്തിൽ വീനിങ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ബ്രസ്റ്റ് ഫീഡിങ് അല്ലാതെ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഒരു 6 to 8 ഇയേഴ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അയൺ റിച്ച് ആയിട്ടുള്ള, കുട്ടിക്ക് അയൺ അവിടെ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൊടുക്കണം. പക്ഷേ അതിൻ്റെ കൺസിസ്റ്റൻസി തിക്കാക്കി കൊണ്ടുവരേണ്ടത്, ഇവഞ്ച്വലി തിക്കാക്കി കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. 1 വയസ്സാവുമ്പോൾ കുട്ടി കഴിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലെ വേറെ ആളുകൾ കഴിക്കുന്ന സെയിം ഭക്ഷണമായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് പതിയെ കുട്ടി ഫീഡ് ചെയ്ത് പോകണം. ഫിംഗർ ഫുഡ്സ് പോലെയൊക്കെ ചെറിയ ക്യാരറ്റ് സ്റ്റിക്സ് ഒക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടിക്കും അത് ച്യൂ ചെയ്ത് പോകാം. അപ്പോൾ കുട്ടിക്ക് അവിടെ ഒരു സെൻസറി ആയിട്ടുള്ള ഒരു ടേസ്റ്റിങ്ങും കിട്ടും, അതുപോലെ തന്നെ ച്യൂ ചെയ്യാനും പറ്റും, അത് ഇറക്കാനും പഠിക്കും. അങ്ങനെ നമ്മളൊരു 3 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടി ഫുൾ സെൽഫ് ഫീഡ് ചെയ്യും. അപ്പോൾ ഈ പ്രീ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടിക്ക് അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറില്ല. ഡോക്ടർ, നമ്മൾ ഒരുപാട് ഏരിയ സംസാരിച്ചു, ഒരു സ്പെക്ട്രം ഓഫ് ഏരിയാസ് സംസാരിച്ചു. ഇനി എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടർ ഇതുവരെ ഉള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഒരു മറക്കാനാവാത്തൊരു കുഞ്ഞിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഓർമ്മ, ഒരു കേസ്, അത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ?
ഞാൻ എല്ലായിടത്തും പറയുന്നത് തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത്. ബിക്കോസ് അതെനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു 5 വയസ്സായിട്ടും ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ആ കുട്ടിയുടെ അമ്മയും അച്ഛനും വന്നിട്ട് പറഞ്ഞു ആ കുട്ടി പാല് മാത്രമേ കുടിക്കണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് കുട്ടിക്ക് GRD ഉണ്ടായിരുന്നു. പാല് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു തിക്കായിട്ടുള്ള ഭക്ഷണങ്ങളോ വേറെ ഈവൻ ഇച്ചിരി കട്ടിയായിട്ടുള്ള യോഗേർട്ട് പോലും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇവൻച്വലി വിത്ത് ABA തെറാപ്പി ഇൻ്റഗ്രേറ്റഡ് വിത്ത് ആയുർവേദ ആൻഡ് ഫീഡിങ് തെറാപ്പി നമ്മൾ ചെയ്തിട്ട് നല്ല വ്യത്യാസം ഉണ്ടായി. വിത്തിനൊരു 6 months കുട്ടി നോർമൽ ചോറ് അതോടൊപ്പം തന്നെ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ തുടങ്ങി. അതെനിക്ക് വലിയൊരു ട്രാൻസ്ഫോർമേറ്ററി ഒരു സ്റ്റോറിയാണ്. അതോടൊപ്പം തന്നെ വേറെ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ളത് നമുക്കൊരു മോഡറേറ്റ് ടു സിവിയർ ലെവൽ ഓഫ് ഓട്ടിസത്തിൽ നിന്ന കുട്ടി, ഒരു 2.5 വയസ്സുള്ള കുട്ടീനെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നാളെ തൊട്ട് കുട്ടീൻ്റെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം, നാളെ തൊട്ട് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ വാശി പിടിച്ചു. ആ വാശി പിടിച്ചുകൊണ്ട് വിത്തിൻ 1.5 ഇയറിൽ പിന്നെ അവർ അസസ്മെൻറ്റ് നടത്തിയപ്പം ആ കുട്ടി ഒരു ബോർഡർ ലൈൻ ലെവൽ ഓഫ് ഓട്ടിസം സ്പെക്ട്രത്തിലേക്ക് വന്നു. ആ പേരൻ്റ് ഇപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഡോക്ടർ വാശി പിടിച്ചുകൊണ്ടാണെന്ന്. അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ഹെൽത്ത് സെക്ടറിൽ നിൽക്കുന്ന ആളുകൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആൻഡ് യു ഹാവ് ടു ഓൾസോ മേക്ക് ഷുവർ ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിലാണ് നിങ്ങൾ പോയിട്ടുള്ളതെന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ വാശി പിടിക്കുന്നതിൽ നമ്മൾ ഈ ഒരു ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു റിസൾട്ട് ഉണ്ട്. അത് ഫോർകാസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വാശി പിടിക്കുന്നത്. ഞാൻ കുറച്ച് പിടിവാശിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് വെച്ചാൽ എസ്പെഷ്യലി റിസൾട്ടിൻ്റെ കാര്യത്തിൽ. നമ്മളെ വിശ്വസിച്ചാണ് ഒരു കുട്ടി നമ്മുടെ അടുത്ത് വരുന്നത്. ആ കുഞ്ഞു പിന്നെ എൻ്റെ കുഞ്ഞ് എന്നുള്ളത് നമ്മുടെ കുഞ്ഞാണ്, നമ്മുടെ കുട്ടിയാണ്. നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾ ഓരോന്നും നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാനാണെങ്കിലും ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് കുട്ടികളെ മാത്രമേ നമ്മുടെ ക്ലിനിക്കിൽ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റു കുട്ടികളെ ചില പേരൻസ് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ? ഇനി ഡെവലപ്പ് ചെയ്യുമ്പം ഉറപ്പായിട്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ സെറ്റിങ്ങിൽ എത്രയാണ് കപ്പാസിറ്റി ഉള്ളത്, നമുക്ക് എത്ര ഇൻറ്റൻസീവായിട്ട് കൊടുക്കാൻ പറ്റണേ, അതനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ സെക്ഷൻ തന്നെ കൊടുക്കണം, ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ ആ കുട്ടി കയറി വരുള്ളൂ. വൺസ് ആ കുട്ടി പോകുമ്പോൾ നമുക്ക് അടുത്ത് ആക്സെപ്റ്റ് ചെയ്യാം. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വളരെ ഓണസ്റ്റിയും സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ ഗോഡ് വിൽ ഓൾസോ ഹാവ് എ പ്ലാൻ. അതാണ് ഡോക്ടറുടെ ഒരു വിശ്വാസം. ഉറപ്പായിട്ടും ഐ എം വെരി ഫെയ്ത്ത്ഫുൾ പേഴ്സൺ. ഡോക്ടർ അതുപോലെ പലപ്പോഴും ഞാൻ ഈ ഗിൽട്ടും പേറി നടക്കുന്ന മനുഷ്യരെ, പാരൻസിനെ കണ്ടിട്ടുണ്ട്. അതായത് കുഞ്ഞ് പല സാഹചര്യങ്ങൾ കൊണ്ടാവട്ടെ എന്തെങ്കിലുമൊക്കെ സമൂഹം കുറ്റപ്പെടുത്തുന്ന ഒരിടങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ഇതെൻ്റെ കുറ്റം കൊണ്ടാണോ, ഇത് ഞാനൊന്ന് ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണോ എന്നുള്ള ഒരു കുറ്റബോധം, ഒരു ഗിൽറ്റ് പേറുന്ന മനുഷ്യരുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും എത്തിപ്പെടുന്ന ഇടങ്ങൾക്ക് പാരൻസിന് ഈ കുറ്റബോധം പേറേണ്ട കാര്യമുണ്ടോ? എത്രത്തോളമാണ് ഈ പാരൻസിൻ്റെ ഒരു സെൽഫ് ബ്ലെയിമിങ് കണ്ടിരിക്കുന്നത്? അത് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഒരു ADHD ഉള്ള കുട്ടി, ഒരു 90% ADHD ഉള്ള കുട്ടികളുടെ പേരൻസ് പറയുന്ന കാര്യമാണ് ഡോക്ടറെ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് റെഡിയാക്കി തരണം. അപ്പം ഞാൻ ചോദിച്ചാൽ ഓക്കെ നമുക്ക് നോക്കാം എന്താണ്. പിന്നെ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ പറയും എനിക്കാണ് ഡോക്ടർ, എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. എസ്പെഷ്യലി അമ്മ ചില അച്ഛൻ മിക്കവാറും ജോലിക്ക് പോകുമല്ലോ, എസ്പെഷ്യലി അമ്മ ജോലിക്ക് പോയില്ലെങ്കിലും പോയാലും അമ്മേനെയാണ് കുറ്റപ്പെടുത്തുന്നത്. കുട്ടി അടങ്ങിയിരിക്കുന്നില്ല, വളർത്തു ദോഷമാണ്, അത് കറക്റ്റായിട്ട് കുട്ടീനെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. വേറെ വീട്ടിൽ പോകുമ്പം അതും ഇതും സാധനങ്ങൾ എടുക്കുന്നു, അതെടുത്ത് നശിപ്പിക്കുന്നു. ഡോക്ടർ ഇത് ശരിക്കും എൻ്റെ പ്രശ്നമല്ലല്ലോ, എൻ്റെ മോനുള്ള ഒരു പ്രശ്നം കൊണ്ടല്ലേ, ഇതൊന്ന് ഡോക്ടർ റെഡിയാക്കി തരണം, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താണ്. അതൊരിക്കലും ചെയ്യരുത്. നമ്മുടെ മോനോ അല്ലെങ്കിൽ നമ്മുടെ മോൾക്കോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിൻ്റെയോ അല്ലെങ്കിൽ കസിൻ്റെ കുട്ടികൾക്കോ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടേ, നമ്മളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടേ. അല്ലാതെ ഒരിക്കലും ബ്ലെയിം ചെയ്ത് ഇത് നിൻ്റെ പ്രശ്നം കൊണ്ടാണ് വന്നത് അല്ലെങ്കിൽ നീ കറക്റ്റായിട്ട് വളർത്താത്തത് കൊണ്ടാണ് വന്നത് എന്നല്ല. പാത്തോളജിക്കലായിട്ട് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും ആ കുട്ടി അവിടെ അടങ്ങിയിരിക്കാതിരിക്കുന്നതിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഗാനിക് ആയിട്ടുള്ളൊരു കാര്യം ആ കുട്ടിയുടെ ഉള്ളിലൂടെ പോകുന്നുണ്ടാവും. ആ കുട്ടിയുടെ ചിലപ്പം ADHD ഒക്കെ ആണെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞരമ്പിൻ്റെ അതിൻ്റെ ഡൊപ്പാമിൻ സെക്രീഷനിലൊക്കെ ഡിസ്റെഗുലേഷൻസ് വരാം. അതൊക്കെ കാരണങ്ങൾ കൊണ്ട്
എന്തുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് സമാധാനമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റാത്തത്? അതിനൊരു പത്തോളജിക്കൽ കാരണം ഉണ്ടാവും. അത് അവരുടെ കൂടെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത്, ചേർത്ത് നമ്മൾ നിർത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊരു ബാഡ് പാരൻറ്റിങ് കൊണ്ടാണ്, അല്ലെങ്കിൽ വളർത്തുദോഷം കൊണ്ടാണ്, അല്ലെങ്കിൽ മദർ ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, മദർ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് എങ്ങനെ പെരുമാറണം എന്നുള്ളത്. ഇതൊന്നും പാരൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. പിന്നെ മിക്ക പേരൻസും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഈ സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സ് വിളിച്ചിട്ട് കംപ്ലൈൻറ്റ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ചില ഒരു ഒട്ടും അടങ്ങിയിരിക്കാത്ത, എല്ലാം ഡിസ്ട്രാക്ട് ചെയ്യുന്ന, മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്ന കുട്ടികളെ മാനേജ് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റിൽ നമ്മൾ വിചാരിക്കേണ്ടത് പേരൻസിനെ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതെ, കുറേ കാര്യങ്ങൾ പേരൻസിൻ്റെ എൻവയൺമെൻറ്റിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും കുറേ കാര്യങ്ങൾ അതൊരു പത്തോളജിക്കലായിട്ടുള്ള കാര്യം കൊണ്ടായിരിക്കാം. ഒരു അസുഖം ഉണ്ടാവാം, ഒരു അണ്ടർലൈൻ കോസ് ഉണ്ടാവാം. ആ അണ്ടർലൈൻ കോസ് നമ്മൾ മനസ്സിലാക്കണം. അത് കറക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ തെറാപ്പിയൊക്കെ ഉള്ളത്. അത് മേക്ക് യൂസ് ചെയ്യണം. മേക്ക് യൂസ് ചെയ്ത് ആ കുട്ടിയുടെ ലൈഫിന് നമ്മൾ സെറ്റിൽ ചെയ്യുക ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ളൊരു കുട്ടീനെ പഠിപ്പിക്കാനും ഹൈലി റെസ്ലെസ് ആയിട്ടുള്ളൊരു കുട്ടീനെ പഠിപ്പിക്കാനും എടുക്കേണ്ട ടൈമും എഫേർട്ടും വ്യത്യാസമാണ്. അതെ. പക്ഷേ ഈ ഒരു തെറാപ്പിയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്ത് ആ കുട്ടീനെ സെറ്റിലാക്കി കഴിഞ്ഞാൽ ഈ പേരൻറ്റിനെ പഠിപ്പിക്കാൻ മേലേ ഈസി ആവില്ലേ? അതെ. നമ്മൾ എടുക്കേണ്ട കുറച്ച് മെഷേഴ്സ് ഉണ്ട്. നമ്മുടെ കുട്ടിക്ക് ഉള്ള ഡെഫിസിറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ലിനുള്ള പ്രശ്നങ്ങളോ അത് കറക്റ്റായിട്ട് എവിടെയാണോ അഡ്രസ്സ് ചെയ്യേണ്ടത് അത് അഡ്രസ്സ് ചെയ്ത് നമ്മൾ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അല്ലാതെ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. ഡോക്ടർ ഈ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, നമ്മളൊരു കറക്റ്റീവ് മെഷേഴ്സ് കൃത്യമായ കാലത്തിൽ കണ്ടെത്തി നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രീറ്റ്മെൻറ്റ്സ് മീൻസ് അതിനുള്ള പ്രതിവിധി തേടുക എന്നുള്ളതാണ് ഒരു പാരൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ കുട്ടിയുടെ ഒരു പ്രശ്നം ഡിലേ ചെയ്ത് പിന്നീടേക്ക് വയ്ക്കാതെ. അപ്പോൾ കുറച്ച് ഗോൾഡൻ റൂൾസ് പറഞ്ഞു തരൂ. എൻ്റെ കുഞ്ഞിനെ ഏറ്റവും ആദ്യം അവരെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാനിതൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ എന്ന് പാരൻസിന് മനസ്സിലാക്കി തരുന്ന കുറച്ച് ഗോൾഡൻ റൂൾസ് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് തന്നെ ഒരു കുട്ടി, ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു 3.5 വയസ്സുള്ള ഒരു കുട്ടി അത്യാവശ്യം ഒന്ന് സമാധാനമായിട്ടൊന്ന് ഇരുന്ന് ഒരു പെൻസിലൊക്കെ പിടിച്ച് നമ്മളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അത്യാവശ്യം സംസാരിച്ച് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി പാകപ്പെടുത്തണം. ഓക്കെ, ഇതാണ് ഒരു പ്രീ റിക്വസിറ്റ് സ്കില്ല് ഒരു കുട്ടി അച്ചീവ് ചെയ്യേണ്ടത് ഒരു 3.5 വയസ്സാകുമ്പോഴത്തേക്കും. വെൻ ഇറ്റ് കംസ് ടു വെരി ഏർലി ഇയേഴ്സ്, ഒരു വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം കുട്ടികൾ 1.5 വയസ്സൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നടന്ന് ഓടിയൊക്കെ തുടങ്ങും. അങ്ങനെയൊക്കെ ഫിസിക്കൽ മൈൽ സ്റ്റോൺസ് കറക്റ്റ് ആണോ എന്നുള്ളത് പാരൻ്റ് ചെക്ക് ചെയ്ത് എൻഷുർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലൊപ്പം തന്നെ സ്പീച്ച്, സംസാരം കറക്റ്റാണ്, സംസാരം അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. ഓരോ വാക്കുകൾ ഇപ്പം ഒരു 2 വയസ്സായിട്ടും ഒരു 2 to 3 വേർഡ് സെൻറ്റൻസ് 2.5 വയസ്സാകുമ്പോൾ 2 to 3 വേർഡ് സെൻറ്റൻസ് സംസാരിക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ പിയർ ഗ്രൂപ്പായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. കുട്ടി ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കളിക്കുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യണം. കുട്ടിക്കൊരു റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള വേറെ ബിഹേവിയേഴ്സ് ഒന്നുമില്ല, ഒരു ഭയങ്കര ഒരു ഒബ്സഷനോ ഒരു പർട്ടിക്കുലർ ടോയിനോടൊരു പ്രത്യേക ഒബ്സഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എൻഷുർ ചെയ്യണം. അതുപോലെ അത്യാവശ്യം കുട്ടിക്ക് സെൽഫ് ഫീഡ് ചെയ്യാൻ ഒരു 3 വയസ്സാകുമ്പോഴത്തേക്കും സെൽഫ് ഫീഡ് ചെയ്യാൻ അത്യാവശ്യം പറ്റും എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എൻഷുർ ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെൻ ഇറ്റ് കംസ് ടു ന്യൂക്ലിയർ ഫാമിലി ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. മിക്ക പേരൻസും ഒരു ന്യൂലി പേരൻ്റ് ആയിരിക്കും, അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. മിക്ക പേരൻസിനും അവയർനെസ് ഇല്ലായ്മയാണ്. ഇത് ശരിയായിക്കോളും, എൻ്റെ കൊച്ചിന് പ്രശ്നമുണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. പക്ഷെ ഞാൻ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സൊല്യൂഷൻ സീക്ക് ചെയ്ത് കൊച്ചിനെ റെഡിയാക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടോ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള സുഖം? ഏതായിരിക്കും അത്? എങ്ങനെ പ്രിറ്റൻഡ് ചെയ്ത് പോകാന്നേ ഉള്ളൂ ഓക്കെയാണ് എന്നുള്ളത്. നമ്മൾ പ്രിറ്റൻഡ് ചെയ്ത് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ സുഖത്തിന് വേണ്ടി. പക്ഷേ പറയുന്ന ആ സമയം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് തന്നെയായിരിക്കും. അക്സെപ്റ്റൻസ് കുറച്ച് ക്രൂഷ്യലായിരിക്കും, കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, ക്രിട്ടിക്കലായിരിക്കും. പക്ഷേ
ഈ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് റെക്ടിഫൈ ചെയ്ത് സൊല്യൂഷൻ കിട്ടുന്ന ആ ഒരു ഫ്രൂട്ട് ഭയങ്കര സ്വീറ്റായിരിക്കും. അത് ഓരോ പാരൻറ്റും മനസ്സിലാക്കണമെന്നാണ് ഞാൻ ഉറപ്പായിട്ടും. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് പറയാനൊക്കെ പേരൻസ് വരുമ്പം അവരുടെ കണ്ണിലിരിക്കുന്ന ആ തിളക്കുണ്ടല്ലോ, യെസ്, ഭയങ്കര സന്തോഷമാണ് അത് കാണാൻ. അവർ ഗ്ലോ ഉണ്ടല്ലോ അവരുടെ ഫേസിൽ. അവർ നമ്മളെ നോക്കി ചിരിക്കുമ്പം, അവർ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പം പേരൻറ്റ് ഡോക്ടർ മനസ്സമാധാനം തന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടണത് ശരിക്കും പറഞ്ഞാൽ ഒരു വേറെ എപ്പോഴും കിട്ടാത്തൊരു സുഖമാണ്. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് ഞാൻ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തത്, ഒരു പർട്ടിക്കുലർ ടോയോട് വളരെയധികം പ്രതിപത്തി കാണിക്കുന്നു, അതിനെ മാത്രം വെച്ച് കളിക്കുന്നു, പിന്നെ ഈ കറക്കി കളിക്കുന്നു കൂടുതൽ, ഇതൊക്കെ കുറച്ചൊരു റെഡ് ഫ്ലാഗ്സ് ആയിട്ട് കേട്ടിട്ടുണ്ട്. അത് ശരി തന്നെയാണോ? ശരി തന്നെയാണ്. ചില കുട്ടികൾ പല പല ടോയ്സ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് വേണം കളിക്കാൻ. ഒരു പർട്ടിക്കുലർ ടോയ് ആയിട്ട് കളിക്കുന്നു, അതിന് ചിലപ്പോൾ ഒരു ഫങ്ഷണൽ പ്ലേ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ടോയ് ആണെങ്കിൽ ആ ടോയിൻ്റെ വീല് കറക്കി കളിക്കുകയായിരിക്കും, പക്ഷെ അതൊരു ഫങ്ഷണൽ പ്ലേ അല്ല. അതിനൊരു എപ്പോഴും ഒരു ലോജിക്കൽ പ്ലേ അവിടെ വരുന്നില്ല. റീസണബിൾ തിങ്കിങ് ആ കുട്ടിക്ക് കുറവായിരിക്കും. ആ കുട്ടിക്ക് ആ ഒരു അതിനോട് സ്ട്രക്ചറിനോടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളറിനോടോ അല്ലെങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുള്ള ഫോണ്ടിനോടൊക്കെ ആയിരിക്കും പ്രത്യേകമായിട്ടുള്ള ഒരു ഇഷ്ടം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിനോട്. ഇപ്പോൾ ഒരു ആനേനെ ആണെങ്കിൽ ആനയുടെ വാല് പിടിച്ചെടുക്കുക, ഒരു കാറാണെങ്കിൽ കാറ് തിരിച്ചു വെച്ചിട്ട് കാറിൻ്റെ വീല് കറക്കി കളിക്കുക. അങ്ങനെയല്ലല്ലോ ഒരു കുട്ടി കളിക്കേണ്ടത് രീതിയിൽ ഒരു ഫങ്ഷണൽ പ്ലേ ഉണ്ടല്ലോ. പ്ലേയും കുട്ടിയുടെ ഡെവലപ്മെന്റും കണക്റ്റഡ് ആണ്, ഒബ്വിയസ്ലി കണക്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്ലേ തെറാപ്പി ഉണ്ട് നമ്മുടെ ക്ലിനിക്കിൽ. ഒന്ന് പറയാമോ? പ്ലേ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിയായിട്ട് ഇരുന്ന് കളിക്കും. ബിക്കോസ് ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ പ്ലേ ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് വെച്ചിട്ട് കുട്ടീനെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കും. ഈ അഡാപ്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻബിൽട്ട് ആയിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഓവറോൾ സ്കില്ലാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. കുട്ടിയുടെ റീസണബിൾ തിങ്കിങ്, കുട്ടികളുടെ ലോജിക്കൽ തിങ്കിങ്, കുട്ടികളുടെ ഫങ്ഷണൽ പ്ലേ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുട്ടിയായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. 2 കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ, സ്കിൽ ഡെവലപ്മെൻറ്റിനെ അത് പോസിറ്റീവായിട്ട് നർച്ച് ചെയ്യും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാരൻസും ഇങ്ങനെ ഒബ്സർവ് ചെയ്യണം, നിങ്ങളുടെ കുട്ടി ഏത് തരം കളിയിലാണ് ഏർപ്പെടുന്നത്, ഇത് ഏജ് അപ്രോപ്രിയേറ്റ് ആണോ. ചില കുട്ടികൾ സ്പൂണ് മാത്രം കളിക്കും, ചില കുട്ടികൾ ഇങ്ങനെ ലൈൻ ചെയ്ത് കളിക്കും. അതായത് ഇപ്പോൾ ഒരു കാറാണെങ്കിൽ ഇങ്ങനെ ലൈൻ ചെയ്ത് വെക്കും. ദാറ്റ് ഈസ് എ ലൈനിങ് അപ്പ് ടോയ്സ്. അതൊരു റെപ്പിറ്റേറ്റീവ് പ്ലേ ആണ്. റെപ്പിറ്റേറ്റീവ് പ്ലേ പാടില്ല. റെപ്പിറ്റേറ്റീവ് പ്ലേ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ഉള്ള കുട്ടികൾക്കൊക്കെ ഒരു ആവർത്തന സ്വഭാവം ഉണ്ടാവും. അതായത് ഇപ്പം നമുക്ക് ഒരു ദിവസം പുട്ട് കഴിച്ചാൽ അടുത്ത ദിവസം പുട്ടെന്ന് പറയുമ്പോൾ നോ, അല്ല അടുത്ത ദിവസം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അടുത്ത ദിവസം പുട്ടെന്ന് പറയുമ്പോൾ നമുക്കത് ഇഷ്ടാവില്ല. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് എല്ലാ ദിവസവും സെയിം റുട്ടീൻ താല്പര്യമാണ്. ഓക്കെ, സെയിം ആൾക്കാരെ ഡിപ്പെൻഡ് ആവും, സെയിം ടോയ്സ് ഡിപ്പെൻഡ് ആവും. പക്ഷെ നോർമലി കുട്ടികൾ അങ്ങനെയല്ല. ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെ ഉള്ള പൂതിയൊക്കെ കുറയും, വേറെ സാധനങ്ങളോട് കുട്ടികൾ ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവർക്ക് ആ സെയിം ടെക്സ്ചേഴ്സ് ഉള്ള അല്ലെങ്കിൽ സെയിം കൺസിസ്റ്റൻസി ഉള്ള അല്ലെങ്കിൽ സെയിം സ്ട്രക്ചേഴ്സ് ഉള്ള സാധനങ്ങളോടായിരിക്കും പ്രിയം. ബിക്കോസ് ആ ഒരു ആവർത്തന സ്വഭാവം കുഞ്ഞിലെ ഓർഗാനിക്കായിട്ട് ഇങ്ങനെ പൊട്ടി മുളയ്ക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രിയം വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം കണ്ടെത്തിയാൽ എളുപ്പമായിരിക്കും, ഡോക്ടറുടെ പണി എളുപ്പമായിരിക്കും, പാരന്റിന്റെ മനസ്സമാധാനവും അത്രയും മനസ്സമാധാനത്തിൽ ഉപരി ആ കുട്ടിയുടെ ഫ്യൂച്ചർ നമുക്ക് എളുപ്പമാക്കി കൊടുക്കാൻ പറ്റും. അതാണ് ഇപ്പം ഞാൻ നേരത്തെ എല്ലാ പേരൻസിനോടും പറയാൻ കാരണം എന്ന് വെച്ചാൽ 2 വയസ്സിൽ വരുമ്പം ആ കുട്ടി ഒരു 4 വയസ്സാകുമ്പോഴത്തേക്കും റെഡി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. ബിക്കോസ് ഇപ്പോൾ വെർച്വൽ ഓട്ടിസം ഒക്കെ വളരെ കൂടുതലായിട്ട് വരിക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വലിയ കാര്യമാണ്. അങ്ങനെ വരുമ്പം എന്താണെന്ന് വെച്ചാൽ 4 വയസ്സാകുമ്പോൾ കുട്ടി സ്കൂളിൽ പോകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഒരു കേസ്, ബോർഡർ ലൈൻ ഓട്ടിസത്തിലേക്ക് പതിയെ മാറി എന്നുള്ളത്. അങ്ങനത്തെ കുട്ടി ഇപ്പോൾ സ്കൂളിൽ പോവാണ്, മെയിൻ സ്ട്രീം സ്കൂളിൽ പോവാണ്. അപ്പം മറ്റു കുട്ടികളായിട്ട് കളിച്ച് വരുമ്പം നമ്മളെന്താ യൂസ് ചെയ്തതെന്നറിയോ? ഈ ബ്രെയിനിൻ്റെ ന്യൂറോപ്ലാസ്റ്റിറ്റി എന്നുള്ള ഒരു സവിശേഷതയാണ് യൂസ് ചെയ്തത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ തെറാപ്പിയും മെഡിക്കൽ ഇൻ്റർവെൻഷൻസും ഡയറ്റ് പ്ലാനൊക്കെ കൊടുത്ത് റെഡിയാക്കി വിടണത്. അങ്ങനെ വിടുമ്പോഴാണ് ആ കുട്ടിയുടെ ഒരു 4 വയസ്സാകുമ്പോഴത്തേക്കും ആ കുട്ടി നോർമൽ സ്കൂളിൽ പോയി നോർമലായിട്ട് കുട്ടികളുടെ കൂടെ ഒന്ന് പഠിച്ച് കളിച്ച് സ്റ്റിൽ മാനേജബിൾ ആയിരിക്കാം. ചെറിയ ബിഹേവിയറൽ തെറാപ്പിയൊക്കെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരാം. ഡിസ്ക്ലമേഷൻ ഓക്കെ, ബട്ട് സ്റ്റിൽ മാറ്റം വലുതാണ്. ബിക്കോസ് ഡോക്ടർ ഭീമ ക്ലിനിക് ഓൾവേസ് ബിലീവ് വി ഹാവ് ടു ഹെൽപ്പ് എവറി ചൈൽഡ് ടു റീച്ച് ടു ദെയർ ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യൽ. അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ളൊരു പൊട്ടൻഷ്യലുണ്ട്.
അവിടേക്ക് നമുക്ക് റീച്ച് ചെയ്യിക്കാൻ പറ്റണം. അതിൻ്റെ മുകളിൽ നമ്മുടെ കയ്യിൽ ഇരിക്കില്ല. പക്ഷെ അവിടെ റീച്ച് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ പുഷ് ചെയ്യണത്. ഓക്കെ ഡോക്ടർ, ഇത് ഡോക്ടർ സംസാരിച്ച് പോയപ്പോൾ പറഞ്ഞതാണ്, ഞാൻ ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ എന്നൊരു വാചകം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്? എന്തുകൊണ്ട് കൊച്ചി? എന്തുകൊണ്ട് മൂവാറ്റുപുഴ? ഇതിനൊക്കെ ഡോക്ടറുടെ ഒരു മറുപടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും ഈ ഒരു കൊച്ചിയിൽ അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് ABA തെറാപ്പിയാണ്, അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് തെറാപ്പിയാണ്. ഞാൻ ബിഹേവിയർ അനലിസ്റ്റാണ്. ഇത് വരുന്നിട്ട് നമുക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷനാണ്. ഇത് നമ്മുടെ ഒരു നാട്ടിൽ ഉണ്ടായിരുന്നില്ല. യെസ്, ആ ഒരു വിടവ് അതന്നെ, ആ ഒരു വിടവ് ഫില്ല് ചെയ്യാനും വൈ നോട്ട് എൻ്റെ നാട്ടിലെ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. Why not we should do it in or implement it in our India? Why they should also make use of it? നമ്മുടെ മക്കളും അത് ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മേക്ക് യൂസ് ചെയ്ത് മുന്നോട്ട് വരണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ഡോക്ടർ ഭീമ ഇന്ത്യയിലേക്ക് വരുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ഓൾസോ. ഓക്കെ ഡോക്ടർ ഒരു വലിയ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇറ്റ്സ് നോട്ട് എ വലിയ സർവീസ്, ഇറ്റ്സ് എ ഡിവൈൻ സർവീസ്. ഇറ്റ്സ് എ ഡിവൈൻ സർവീസ്. ഡോക്ടർ അതിൻ്റെ കൂടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഡോക്ടർ ഒരു ABA തെറാപ്പിസ്റ്റാണ്, ഇൻ്റർനാഷണൽ അക്രഡിറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അനലിസ്റ്റാണ്. അപ്പോൾ ഈ ABA തെറാപ്പി അപ്ലൈഡ് ടു ഓൾ ആണോ അതോ അപ്ലൈഡ് ടു ചിൽഡ്രൻ ആണോ എന്നൊരു സംശയം ഉണ്ടാവും. അതെങ്ങനെയാണ്? ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ഓൾ, ടു എവരി ഇൻഡിവിജ്വൽ. ശരിക്കും പറഞ്ഞാൽ തെറാപ്പി ഒരു സ്റ്റിഗ്മറ്റൈസ് ചെയ്യേണ്ട കാര്യമല്ല. തെറാപ്പി എല്ലാവർക്കുമാണ്. ഇപ്പോൾ ഇന്ന് നല്ല ആക്റ്റീവായിട്ടിരുന്ന് സംസാരിക്കുന്നു, നാളെ ഒരു ഡിപ്രസീവ് സ്റ്റേജിലേക്ക് പോയില്ല എന്ന് ആര് കണ്ടു? നാളെ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ട്രോമ മെൻ്റൽ ഹെൽത്തിനെ എന്തെങ്കിലും ബാധിച്ചില്ല എന്ന് ആര് കണ്ടു? ദാറ്റ് ഡസൻറ്റ് മീൻ ഐ ആം എ മെൻ്റൽ പേഷ്യൻ്റ് ഓർ ലൈക്ക് ദാറ്റ്. അത്രേ ഉള്ളൂ. ഇപ്പം എൻ്റെ മോന് മാത്ത് പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ട്. ആ മാത്ത് പഠിക്കാൻ ഡിഫിക്കൽട്ട് ഉണ്ടോണ്ട് നമ്മളൊരു തെറാപ്പിക്കോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ അടുത്തോ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റെമഡിയൽ ടീച്ചിങ്ങിന് പോകുമ്പോൾ അതൊരിക്കലും എൻ്റെ മോന് അവിടെ മെൻ്റൽ ഹെൽത്തിന് ഒരു പ്രശ്നവും അല്ലേ? അതെ. അപ്പോൾ ആ ഒരു സ്റ്റിഗ്മയാണ് മാറ്റേണ്ടത്. ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, അവിടെ കുറേ തെറാപ്പി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏത് ക്ലിനിക്ക്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് ക്ലിനിക്കോ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് സെറ്റിങ്ങോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലോ അവിടെ തെറാപ്പി നടക്കുന്നുണ്ട്. എൻ്റെ കുട്ടീനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു മെൻ്റൽ ഹെൽത്തിന് ബാധിക്കും, അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ പേഷ്യൻ്റ് ആക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ കുട്ടിക്കൊരു ഡെഫിസിറ്റ് ഉണ്ട്, അവരുടെ എക്സ്പെർട്ടൈസ് വെച്ച് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ വൈ നോട്ട്? വെരി സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ABA തെറാപ്പി എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡിവിജ്വൽസിനും ഉള്ളതാണ്. എസ്പെഷ്യലി ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, ആക്ച്വലി വിദ്യ അത് റീഇൻഫോഴ്സ് ചെയ്യാണ്. അതൊരു ABA തെറാപ്പിയാണ്. ചില വിദ്യ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്, തലയാട്ടുന്നുണ്ട്. സോ യു ആർ ആക്ച്വലി റീഇൻഫോഴ്സിങ് മൈ സ്പീച്ച് ബിഹേവിയർ. എൻ്റെ സംസാരത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സോ ABA തെറാപ്പിസ്റ്റ് ആയി കഴിഞ്ഞു വിത്തൗട്ട് നോയിങ്. സോ ABA തെറാപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു നമ്മൾ മെയിനായിട്ട് ABA തെറാപ്പിയിൽ പറയുന്നത് സോഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിഹേവിയറിനെ എൻറിച്ച് ചെയ്യാണ്. അതായത് അത് കൂടുതൽ പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ് ചെയ്യാണ്, കൂട്ടുകയാണ്. അല്ലാതെ ഇതൊരു പ്രശ്നമുള്ള കുട്ടികൾക്ക് മാത്രമൊന്നും അല്ല. ഒരു പ്രശ്നവും ഇല്ലാത്ത മനുഷ്യർക്കും, അതായത് മറ്റു പ്രശ്നം ഉണ്ടെന്നല്ല, ഒരു അണ്ടർലൈൻ കോസ് ഇല്ലാത്ത ആളുകൾക്കും നമുക്ക് തെറാപ്പി എടുത്ത് നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടെ എൻറിച്ച് ചെയ്യാം. ഇപ്പം ചില ആളുകൾ കണ്ടിട്ടില്ലേ, ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും, ഒട്ടും ധൈര്യം ഉണ്ടാവില്ല, ഒട്ടും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അവയർനെസ് ഉണ്ടാവില്ല. നമുക്ക് ABA തെറാപ്പിയിലൂടെ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് അവരുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു കരിയർ ഉണ്ടാവും, അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും, പ്രൊഫഷണൽ സെറ്റിങ്ങിലും അല്ലാതെയും. അപ്പോൾ ABA തെറാപ്പി ഈസ് ഫോർ എവറി പീപ്പിൾ. സോ എവറി ഇൻഡിവിജ്വൽ ഹൂ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ദെയർ ലൈഫ് more shining, more social significant, improvise themselves. സോ ഞാനും ABA തെറാപ്പി അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കിപ്പം ഇപ്പം ഞാനൊക്കെ ലോങ് ബിസി സ്കെഡ്യൂൾ ഓഫ് വീക്ക് ഒക്കെ ആണെങ്കിൽ ഞാൻ സൺഡേ ഒരു ട്രിപ്പിന് പോകും. സോ ദാറ്റ് ഇസ് എ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ മീ. സോ ഞാനിത് ചിന്തിക്കും, ഞാൻ നല്ല ലോങ് ആയിട്ട് വർക്ക് ചെയ്ത് എനിക്കൊരു വീക്കെൻഡ് കിട്ടും. സോ ദാറ്റ് ഇസ് എ റീഇൻഫോഴ്സ്മെൻറ്റ് വിച്ച് ഐ അപ്ലൈ. ദാറ്റ് ഇസ് ABA തെറാപ്പി. അത്രേ ഉള്ളൂ. സോ വെരി സിമ്പിൾ. സോ വി ക്യാൻ യൂസ് ഇൻ ഡെയിലി ലൈഫ് ഇൻ എവറി ഇൻഡിവിജ്വൽ
ആൻഡ് തെറാപ്പി ആക്ച്വലി തെറാപ്യൂട്ടിക് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് അത്യാവശ്യം എടുക്കണം. വെൻ ഇറ്റ് കംസ് ടു ചൈൽഡ് കേസ് ഓരോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷൻ മെത്തേഡ്സ് മാത്രമാണ് തെറാപ്പി. അല്ലാതെ ഒരു ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ക്ലിനിക്കിൽ വരുന്ന ഒരു കുട്ടിയും മെൻ്റൽ പേഷ്യൻറ്റോ അങ്ങനെ സ്റ്റിഗ്മറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവർ ഇവിടെ വന്ന് നല്ല സൂപ്പറായിട്ടാണ് പോകുന്നത് മറ്റു കുട്ടികളെക്കാളും. ഇപ്പം എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു 2.5 വയസ്സുള്ളൊരു ട്വിൻസ് മക്കൾ, അവർ എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു മോന് സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്നു, ഒരു മോന് ചെറിയൊരു സ്പീച്ച് ഡിലേ, അത്ര കാര്യമില്ല. എന്നാലും മദർ ഭയങ്കര കോഷ്യസ് ആയിട്ടുള്ളൊരു മദറായിരുന്നു. അപ്പം മദർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ, അപ്പം ഞാൻ പറഞ്ഞു മോന് കുഴപ്പമില്ല, എന്നാലും പിയർ ഗ്രൂപ്പിലൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി തരുമോ, ഈ മോന് വേണം, അപ്പോൾ തെറാപ്പി വേണം പറഞ്ഞു. എന്നിട്ട് നമ്മൾ 2 മക്കൾക്കും ഒരു മോന് ഇൻഡിവിജ്വൽ തെറാപ്പിയും കൊടുത്തു, മറ്റു കുട്ടിക്ക് പിയർ ഗ്രൂപ്പ് ഇതും കൊടുത്തു. അങ്ങനെ ഒരു ലൈക്ക് 6 months എന്തോ കഴിഞ്ഞ് അവർ ഓക്കെ ആയിട്ട് അവർ അത്യാവശ്യം സംസാരിച്ച് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലെവലായപ്പോൾ അവർ പോയി കഴിഞ്ഞ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ഈ റീസെൻ്റ്ലി എന്നെ വിളിച്ചേക്കാണ്, ഡോക്ടറെ എനിക്കൊരു സന്തോഷ കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്നാ കാര്യം പറ. സ്കൂളിൽ നിന്നൊക്കെ എല്ലാവരും ചോദിക്കുക, ഈ മക്കൾക്ക് എന്താ കൊടുത്ത് സെപ്പറേറ്റ്, വേറെ എല്ലാ മക്കളിൽ നിന്നും ഇവർ എക്സ്ട്രാ ഓർഡിനറി ആണല്ലോ, എന്തെങ്കിലും പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോയെന്ന്. പക്ഷെ ആ അമ്മയുടെ ഒരു സന്തോഷം. സോ ഇപ്പം ഇവിടെ സ്റ്റിഗ്മറ്റൈസ് ചെയ്ത് എൻ്റെ കൊച്ച് മെൻ്റൽ പേഷ്യൻ്റ് ആവൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു സന്തോഷം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനോ ടേസ്റ്റ് ചെയ്യാനോ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ ജഡ്ജ്മെൻ്റ് ഒന്നും ഇല്ലാതെ മനുഷ്യരെ കേൾക്കുക എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ കേൾക്കാൻ നമുക്കൊരാളുണ്ടാവുക എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എൻ്റെ കേസിലാണെങ്കിലും നമ്മുടെ ക്ലിനിക്കിൽ ഒരു കൺസൾട്ടേഷന് ഒരു ക്ലയൻറ്റ് വരുമ്പോൾ അവരെത്ര വിഷമിച്ചായിരിക്കും നമ്മുടെ അടുത്ത് വരാം. നമ്മൾ ഓരോ ദിവസം കാണുന്നത് വളരെ വിഷമത്തിൽ വന്ന് വളരെ സന്തോഷമായിട്ട് പോകുന്ന ക്ലയൻസാണ്. അല്ലെങ്കിൽ വളരെ വിഷമത്തിൽ വന്ന ക്ലയൻസിനെ വളരെ സന്തോഷമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് നിൽക്കുന്നത്. നോട്ട് ഓൺലി മീ, മൈ ടീം, ഡോക്ടർ ഭീമ ആൻഡ് ടീം. ഇറ്റ്സ് ഓൾവേസ് എ ക്രെഡിറ്റ് ഗോസ് ടു ഡോക്ടർ ഭീമ ആൻഡ് ടീം. അങ്ങനെ നമ്മൾ ഇതിനു വേണ്ടി ഇതിൻ്റെ വിഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. വിച്ച് വി ബിലീവ് ദാറ്റ് എവരി ചൈൽഡ് ഈസ് സ്പെഷ്യൽ. ഓക്കെ, അങ്ങനെ വന്നിട്ട് നമ്മൾ ആ ഒരു പേരൻ്റ് വരുമ്പം ആ പേരൻറ്റിനെ കേൾക്കുക, ആ പേരൻറ്റിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുക, അവരുടെ അടുത്ത് എംപതൈസ് ആവുക. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഫീലിങ്സ്. ഞാൻ എൻ്റെ ക്ലിനിക്കിലെ എല്ലാ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തും എല്ലാ സ്റ്റാഫിൻ്റെ അടുത്തും ടീമിൻ്റെ അടുത്തും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, അവർ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻസ് വ്യത്യാസമാണ്. അവർ ചിലപ്പോൾ പ്രോക്ഡ് ആവാം, ബട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, വി ഹാവ് ടു ലിസൺ, വി ഹാവ് ടു എംപതൈസ്. അവർ പറയുന്ന എല്ലാം നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം. അത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് തന്നെ ഉള്ളിലേക്ക് എടുക്കണം. എന്നുവെച്ചാൽ നമ്മളിതൊന്നും പേഴ്സണലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക അവർ പോകുന്ന വഴികൾ. സ്വന്തം മക്കളാണ്. ഇപ്പം നമ്മുടെ മകനെയോ മകളെയോ പറ്റി ഒരു ചെറിയൊരു നെഗറ്റീവ് വേറൊരാൾ പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ട്. അതെ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാനും സാധിക്കില്ല. ആസ് എ ഡോക്ടർ എനിക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാനും സാധിക്കില്ല. പക്ഷെ എംപതൈസ് ആവുക, അവരുടെ ഫീലിംഗിൽ എംപതൈസ് ആവുക, എന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് റിസൾട്ട് കൊടുക്കുക. ലിസണിങ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ചില ഒരു പാരൻറ്റിനെ ലിസൺ ചെയ്തിരിക്കുക, അവർ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷനിൽ ലിസൺ ചെയ്തിരിക്കുക. ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ പേരൻ്റ് ഹാപ്പി ആകുമ്പോൾ ആ ചൈൽഡ് ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവും. ഓക്കെ, അവരുടെ ഉള്ളിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ച പോലെ ഒരു ഫീൽ ആയിരിക്കും. അതെ, നമ്മുടെ ആ പേരൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു വെൻഡിങ് ഔട്ടാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ വെൻഡിങ് ഔട്ട് സംഭവിച്ചാലേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അവർക്കൊരു ക്ലാരിറ്റി കിട്ടും. അപ്പം നമുക്ക് ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ക്ലിയർ ആവില്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവില്ല, നമ്മുടെ തോട്ട്സ് ക്ലിയർ ആവില്ല. നമ്മളെപ്പോഴും ഹീലിംഗ് ചെയ്യണം. നമ്മൾ പാരൻ്റൽ ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരൻ്റൽ ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു വാണ്ട് എ കാം ചൈൽഡ്, ഫസ്റ്റ് യു ഹാവ് ടു മെയിൻറ്റെയിൻ ഓർ യു ഹാവ് ടു ബിൽഡ് യുവർ സെൽഫ് എ കാം പാരൻ്റ്. സ്റ്റേ കാം ആൻഡ് ബി ഹാപ്പി. പാരൻസ് സ്വന്തം മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായിരിക്കും.
നമ്മുടെ മക്കളെ നമ്മളിൽ കൂടുതൽ വേറെ ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ല സിൻസിയറായിട്ടും നമ്മുടെ ഫുൾ ലവിങ്ങിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കും. അതിന് ഒരിക്കലും ഒരു റീതിങ്കിങ്ങിൻ്റെ ആവശ്യമില്ല. ഈ ഉദ്ദേശശുദ്ധി എന്ന് പറയും, അത് ഏറ്റവും പ്യുവറായിരിക്കുമല്ലോ അല്ലേ? അതെ. ഓക്കെ. അതുകൊണ്ട് ഗിൽട്ടും ഒരു ഗിൽട്ടോ തോട്ടോ ഒന്നും ആവശ്യമില്ല. ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് സീക്ക് ചെയ്യുക. അതെ. ഏറ്റവും ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആയി ഓരോരുത്തർക്കും അവരവരെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.